ഹുമായൂൺ നാമ രചിച്ചത് ആര്? ഗുൽബദൻ ബീഗം. മുഗൾ ചക്രവർത്തിയായ ഹുമായൂണിന്റെ അർദ്ധസഹോദരിയായിരുന്ന ഗുൽബദൻ ബീഗം രചിച്ച ജീവചരിത്രമാണ് ഹുമായൂൺ നാമ. മുഗൾ കൊട്ടാരത്തിലെ സംഭവങ്ങളെയും വ്യക്തികളെയും കുറിച്ച് ഒരു സ്ത്രീയുടെ കാഴ്ചപ്പാടിൽ നിന്നുള്ള അതുല്യമായ വിവരണം ഇത് നൽകുന്നു. അബുൾ ഫസൽ രചിച്ച ചരിത്രഗ്രന്ഥങ്ങൾ ഏവ? ഐൻ-ഇ-അക്ബരി, അക്ബർ നാമ. മുഗൾ ചക്രവർത്തി അക്ബറിന്റെ മന്ത്രിയും ചരിത്രകാരനുമായിരുന്നു അബുൾ ഫസൽ. അക്ബറിന്റെ ഭരണകാലത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക ചരിത്രമായ അക്ബർ നാമ അദ്ദേഹം രചിച്ചു. ഐൻ-ഇ-അക്ബരി എന്നത് അക്ബർ നാമയുടെ മൂന്നാം ഭാഗമാണ്. അക്ബറിന്റെ സാമ്രാജ്യത്തിന്റെ ഭരണരീതികളെയും സ്ഥിതിവിവരക്കണക്കുകളെയും കുറിച്ച് ഇത് വിശദീകരിക്കുന്നു. തവാരിഖ് അൽഫി എഴുതിയത് ആര്? മുല്ല ദാവൂദ്. ഹിജ്റ മുതൽ അക്ബറിന്റെ കാലം വരെയുള്ള ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ഗ്രന്ഥമാണ് തവാരിഖ് അൽഫി. ഇസ്ലാമിന്റെ 1000 വർഷം പൂർത്തിയാക്കിയത് ആഘോഷിക്കാൻ അക്ബർ ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം വിവിധ പണ്ഡിതന്മാർ ചേർന്ന് ഇത് രചിച്ചു. മുല്ല ദാവൂദ് ഇതിന്റെ രചനയിൽ പങ്കാളിയായിരുന്നു. തുസുഖ്-ഇ ജഹാംഗീരി എഴുതിയതാര്? ചക്രവർത്തി ജഹാംഗീർ. തുസുഖ്-ഇ ജഹാംഗീരി എന്നത് മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന്റെ ആത്മകഥയാണ്. പേർഷ്യൻ ഭാഷയിലാണ് ഈ കൃതി രചിക്കപ്പെട്ടത്. തന്റെ ഭരണകാലത്തെയും ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെയും കുറിച്ച് ഇതിൽ ജഹാംഗീർ വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പാദ്ഷാ നാമ രചിച്ചത് ആര്? അബ്ദുൾ ഹമീദ് ലാഹോരി. ഷാജഹാന്റെ ഭരണകാലത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഔദ്യോഗിക ചരിത്രഗ്രന്ഥമാണ് പാദ്ഷാ നാമ. അബ്ദുൾ ഹമീദ് ലാഹോരിയാണ് ഈ കൃതിയുടെ പ്രധാന രചയിതാവ്. ഷാജഹാന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് എഴുതപ്പെട്ടത്. ഷാജഹാൻ നാമ എഴുതിയതാര്? ഇനായത്ത് ഖാൻ. മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ ജീവിതവും ഭരണവും വിവരിക്കുന്ന ഒരു ചരിത്രഗ്രന്ഥമാണ് ഷാജഹാൻ നാമ. ഇനായത്ത് ഖാനാണ് ഈ കൃതിയുടെ കർത്താവ്. ഷാജഹാന്റെ ഭരണകാലത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഈ പുസ്തകം ഉൾക്കാഴ്ച നൽകുന്നു. ദാരാ ഷിക്കോ രചിച്ച പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? സഫിനാദ് ഉൽ ഔലിയ, സഗിനാദ് ഉൽ ഔലിയ, മജ്മ ഉൽ ബഹ്റൈൻ എന്നിവ. ദാരാ ഷിക്കോ മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ മകനും സൂഫിസത്തിലും വേദാന്തത്തിലും താൽപ്പര്യമുള്ള ഒരു പണ്ഡിതനുമായിരുന്നു. മജ്മ ഉൽ ബഹ്റൈൻ അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കൃതിയാണ്. ഇത് ഇസ്ലാമിന്റെയും ഹിന്ദുമതത്തിന്റെയും തത്വങ്ങൾ തമ്മിലുള്ള സമാനതകൾ ചർച്ച ചെയ്യുന്നു. ചക്രവർത്തി ഔറംഗസേബുമായി ബന്ധപ്പെട്ട കൃതി ഏതാണ്? റകാത്ത്-ഇ-ആലംഗിരി. റകാത്ത്-ഇ-ആലംഗിരി എന്നത് മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ കത്തുകളുടെ സമാഹാരമാണ്. അദ്ദേഹത്തിന്റെ ഭരണരീതികളെയും വ്യക്തിപരമായ ചിന്തകളെയും കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ ഈ കത്തുകളിൽ നിന്ന് ലഭിക്കുന്നു. ഔറംഗസേബിന്റെ ഭരണപരമായ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ ഈ കൃതി സഹായകമാണ്. നുസ്ഖ-ഇ ദിൽകുഷ രചിച്ചത് ആര്? ഭീംസെൻ. ഭീംസെൻ ബുർഹാൻപുരിയാണ് നുസ്ഖ-ഇ ദിൽകുഷ എന്ന ചരിത്രഗ്രന്ഥം രചിച്ചത്. ഈ കൃതി പ്രധാനമായും മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ദക്ഷിണേന്ത്യൻ സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. 17ാം നൂറ്റാണ്ടിലെ ദക്ഷിണേന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ ചിത്രം ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. ഫുതുഹത്-ഇ-ആലംഗിരി എഴുതിയതാര്? ഈശ്വർ ദാസ്. ഫുതുഹത്-ഇ-ആലംഗിരി എന്ന ചരിത്രകൃതി ഈശ്വർ ദാസ് നാഗറാണ് രചിച്ചത്. ഈ ഗ്രന്ഥം മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ഭരണകാലത്തെ സംഭവങ്ങളെയും അദ്ദേഹത്തിന്റെ വിജയങ്ങളെയും പരാജയങ്ങളെയും വിശദീകരിക്കുന്നു. മുഗൾ സാമ്രാജ്യത്തിന്റെ അവസാനഘട്ട ചരിത്രത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. തുസുഖ്-ഇ ബാബുരി രചിച്ചത് ആര്? ചക്രവർത്തി ബാബർ. തുസുഖ്-ഇ ബാബുരി അഥവാ ബാബർനാമ മുഗൾ സാമ്രാജ്യസ്ഥാപകനായ ബാബറിന്റെ ആത്മകഥയാണ്. ചഗതായ തുർക്കി ഭാഷയിലാണ് ഈ കൃതി രചിക്കപ്പെട്ടത്. ബാബറിന്റെ ജീവിതം, യുദ്ധങ്ങൾ, നിരീക്ഷണങ്ങൾ, ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ എന്നിവ ഇതിൽ വിശദമായി പ്രതിപാദിക്കുന്നു. അമീർ ഖുസ്രു എഴുതിയ ചരിത്രകൃതി ഏതാണ്? താരിഖ്-ഇ-അലൈ. പ്രശസ്ത സൂഫി കവിയും സംഗീതജ്ഞനുമായിരുന്ന അമീർ ഖുസ്രു നിരവധി ചരിത്രഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. താരിഖ്-ഇ-അലൈ അഥവാ ഖസൈൻ ഉൽ ഫുതുഹ് എന്നത് അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണകാലത്തെയും ദക്ഷിണേന്ത്യൻ പടയോട്ടങ്ങളെയും വിവരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. അദ്ദേഹത്തെ ഇന്ത്യയുടെ തത്ത എന്നും അറിയപ്പെടുന്നു. പെറുവിന്റെ കറൻസി എന്താണ്?
പെറുവിയൻ ന്യൂവോ സോൾ. പെറുവിന്റെ ഔദ്യോഗിക കറൻസിയാണ് പെറുവിയൻ ന്യൂവോ സോൾ പെൻ. സാധാരണയായി സോൾ എന്ന് ചുരുക്കി പറയുന്നു. 1991-ൽ മുൻ കറൻസിയായ ഇൻഡിക്ക് പകരമായി ഇത് അവതരിപ്പിച്ചു. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. നളന്ദ സർവകലാശാലയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട രാജവംശം ഏതാണ്? ഗുപ്ത രാജവംശം. പുരാതന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലൊന്നായ നളന്ദ സർവകലാശാലയുടെ നിർമ്മാണം ഗുപ്ത രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്. 5-ാം നൂറ്റാണ്ടിൽ കുമാരഗുപ്തൻ ഒന്നാമന്റെ ഭരണകാലത്താണ് ഇത് സ്ഥാപിതമായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ബുദ്ധമത പഠനത്തിന് ഇത് ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. മഹാബലിപുരത്തെ സപ്തപഗോഡകൾ നിർമ്മിച്ചത് ആരാണ്? നരസിംഹവർമ്മൻ രണ്ടാമൻ. മഹാബലിപുരത്തെ പ്രസിദ്ധമായ സപ്തപഗോഡകൾ പല്ലവ രാജാവായ നരസിംഹവർമ്മൻ രണ്ടാമന്റെ ഭരണകാലത്താണ് നിർമ്മിച്ചത്. ഈ ക്ഷേത്രസമുച്ചയം ദക്ഷിണേന്ത്യൻ വാസ്തുവിദ്യയുടെ, പ്രത്യേകിച്ച് ദ്രാവിഡ ശൈലിയുടെ മികച്ച ഉദാഹരണമാണ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലമാണിത്. പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം നിർമ്മിക്കാൻ ഉത്തരവിട്ട രാജാവ് ആരാണ്? അനന്തവർമ്മൻ ചോദഗംഗ ദേവൻ. ഒഡീഷയിലെ പുരിയിലുള്ള പ്രസിദ്ധമായ ജഗന്നാഥ ക്ഷേത്രം ഗംഗാ രാജവംശത്തിലെ അനന്തവർമ്മൻ ചോദഗംഗ ദേവനാണ് നിർമ്മിക്കാൻ തുടങ്ങിയത്. 12-ാം നൂറ്റാണ്ടിലാണ് ഇതിന്റെ നിർമ്മാണം നടന്നത്. ഇന്ത്യയിലെ 4 പ്രധാന ചാർധാം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ഭുവനേശ്വറിലെ ലിംഗരാജ ക്ഷേത്രം നിർമ്മിച്ച രാജവംശം ഏതാണ്? സോമവംശി രാജവംശം. ഒഡീഷയിലെ ഭുവനേശ്വറിൽ സ്ഥിതി ചെയ്യുന്ന ലിംഗരാജ ക്ഷേത്രം സോമവംശി രാജവംശത്തിന്റെ ഭരണകാലത്ത് നിർമ്മിച്ചതാണ്. 11-ാം നൂറ്റാണ്ടിൽ പൂർത്തിയാക്കിയ ഈ ക്ഷേത്രം കലിംഗ വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ്. ശിവന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രം ഒഡീഷയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഖജുരാഹോ സ്മാരക ഗ്രൂപ്പ് നിർമ്മിച്ച രാജവംശം ഏതാണ്? ചന്ദേല രാജവംശം. മധ്യപ്രദേശിലെ ഖജുരാഹോയിലെ ക്ഷേത്രങ്ങൾ 10-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടയിൽ ചന്ദേല രാജവംശമാണ് നിർമ്മിച്ചത്. ഹിന്ദു, ജൈന ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടമാണിത്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഈ സ്മാരകങ്ങൾ അവയുടെ സങ്കീർണമായ ശില്പങ്ങൾക്കും വാസ്തുവിദ്യയ്ക്കും പേരുകേട്ടതാണ്. തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം നിർമ്മിച്ചത് ആരാണ്? രാജരാജ ചോളൻ ഒന്നാമൻ. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹദേശ്വര ക്ഷേത്രം ചോള രാജാവായ രാജരാജ ചോളൻ ഒന്നാമൻ 11-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഈ ക്ഷേത്രം ചോള വാസ്തുവിദ്യയുടെയും കലയുടെയും മഹത്വത്തെ അടയാളപ്പെടുത്തുന്നു. ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. അജന്ത ഗുഹകളുടെ ആദ്യകാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട രാജവംശം ഏതാണ്? ശതവാഹന രാജവംശം. മഹാരാഷ്ട്രയിലെ അജന്ത ഗുഹകളുടെ ആദ്യകാല നിർമ്മാണം ശതവാഹന രാജവംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. BC 2-ാം നൂറ്റാണ്ടിനും AD 6-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഈ ഗുഹകൾ കൊത്തിയെടുത്തത്. ബുദ്ധമത വാസ്തുവിദ്യയുടെയും ചുവർ ചിത്രങ്ങളുടെയും മികച്ച ഉദാഹരണമാണ് അജന്ത ഗുഹകൾ. എല്ലോറ ഗുഹകളുടെ നിർമ്മാണത്തിന് സംഭാവന നൽകിയ രാജവംശങ്ങൾ ഏതൊക്കെയാണ്? കലചൂരി, ചാലൂക്യ, രാഷ്ട്രകൂട രാജവംശങ്ങൾ. മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹകൾ ബുദ്ധ, ഹിന്ദു, ജൈന മതങ്ങളിലെ ആരാധനാലയങ്ങളുടെ ഒരു സമുച്ചയമാണ്. 6-ാം നൂറ്റാണ്ടിനും 10-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഇവ നിർമ്മിക്കപ്പെട്ടത്. കലചൂരി, ചാലൂക്യ, രാഷ്ട്രകൂട രാജവംശങ്ങളുടെ സംഭാവനകൾ ഇതിൽ പ്രകടമാണ്. ആഗ്ര കോട്ട നിർമ്മിച്ചത് ആരാണ്? മുഗൾ ചക്രവർത്തി അക്ബർ. ഉത്തർപ്രദേശിലെ ആഗ്രയിലുള്ള ചെങ്കോട്ട മുഗൾ ചക്രവർത്തി അക്ബറാണ് നിർമ്മിച്ചത്. 1565-ൽ ആരംഭിച്ച് 1573-ൽ പൂർത്തിയാക്കിയ ഈ കോട്ട മുഗൾ വാസ്തുവിദ്യയുടെയും ശക്തിയുടെയും പ്രതീകമാണ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലമാണിത്. 1000 തൂണുകളുള്ള ക്ഷേത്രം നിർമ്മിച്ച രാജവംശം ഏതാണ്? കാകതീയ രാജവംശം. തെലങ്കാനയിലെ വരങ്കലിൽ സ്ഥിതി ചെയ്യുന്ന 1000 തൂണുകളുള്ള ക്ഷേത്രം കാകതീയ രാജവംശത്തിലെ രുദ്രദേവൻ നിർമ്മിച്ചതാണ്. 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം കാകതീയ വാസ്തുവിദ്യയുടെ സവിശേഷതകൾക്ക് പേരുകേട്ടതാണ്. രുദ്രേശ്വര ക്ഷേത്രം എന്നും ഇത് അറിയപ്പെടുന്നു. ഡൽഹിയിലെ ചെങ്കോട്ടയുടെ നിർമ്മാണത്തിന് ഉത്തരവിട്ടത് ആരാണ്? മുഗൾ ചക്രവർത്തി ഷാജഹാൻ. ഡൽഹിയിലെ ചരിത്രപ്രസിദ്ധമായ ചെങ്കോട്ട മുഗൾ ചക്രവർത്തി ഷാജഹാനാണ് നിർമ്മിക്കാൻ ഉത്തരവിട്ടത്.
17-ാം നൂറ്റാണ്ടിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഇത് മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ ഷാജഹാനാബാദിന്റെ കേന്ദ്രമായിരുന്നു. യുനെസ്കോ ലോക പൈതൃക പദവി നേടിയ ഈ കോട്ട ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് വേദിയാകാറുണ്ട്. താജ്മഹൽ നിർമ്മിച്ചത് ആര്? മുഗൾ ചക്രവർത്തി ഷാജഹാൻ. താജ്മഹൽ ഉത്തർപ്രദേശിലെ ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമാണ്. മുഗൾ ചക്രവർത്തി ഷാജഹാൻ തന്റെ പ്രിയ ഭാര്യ മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായി ഇത് നിർമ്മിച്ചു. മുഗൾ വാസ്തുവിദ്യയുടെ മകുടോദാഹരണമായി ഇത് കണക്കാക്കപ്പെടുന്നു. കൊണാർക്ക് സൂര്യക്ഷേത്രം നിർമ്മിച്ചത് ആര്? നരസിംഹദേവ ഒന്നാമൻ. ഒഡീഷയിലെ കൊണാർക്കിലുള്ള സൂര്യക്ഷേത്രം ഗംഗാ രാജവംശത്തിലെ നരസിംഹദേവ ഒന്നാമനാണ് നിർമ്മിച്ചത്. സൂര്യദേവനായുള്ള ഈ മഹാക്ഷേത്രം അതിന്റെ വാസ്തുവിദ്യയ്ക്കും ശില്പങ്ങൾക്കും പേരുകേട്ടതാണ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഈ ക്ഷേത്രം കറുത്ത പഗോഡ എന്നും അറിയപ്പെടുന്നു. ഫത്തേപൂർ സിക്രി സ്ഥാപിക്കുകയും നിർമ്മിക്കുകയും ചെയ്ത മുഗൾ ചക്രവർത്തി ആര്? മുഗൾ ചക്രവർത്തി അക്ബർ. 16-ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തി അക്ബറാണ് ഫത്തേപൂർ സിക്രി സ്ഥാപിക്കുകയും നിർമ്മിക്കുകയും ചെയ്തത്. ചുരുങ്ങിയ കാലത്തേക്ക് മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ഇത് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റാണ്. ബുലന്ദ് ദർവാസ, സലീം ചിസ്തിയുടെ ശവകുടീരം എന്നിവ ഇവിടെയുള്ള പ്രധാന ആകർഷണങ്ങളാണ്. ബീബി കാ മക്ബറയുടെ നിർമ്മാണത്തിന് പൊതുവെ ആരെയാണ് കണക്കാക്കുന്നത്? മുഗൾ ചക്രവർത്തി ഔറംഗസേബ്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ സ്ഥിതി ചെയ്യുന്ന ബീബി കാ മക്ബറ മുഗൾ ചക്രവർത്തി ഔറംഗസേബ് തന്റെ ഭാര്യ ദിൽറാസ് ബാനു ബീഗത്തിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ്. താജ്മഹലിന്റെ ചെറുപതിപ്പായി ഇത് അറിയപ്പെടുന്നു. ഔറംഗസേബിന്റെ മകൻ അസം ഷായുടെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം നടന്നത്. ഫിലിപ്പീൻസിന്റെ തലസ്ഥാന നഗരം ഏതാണ്? മനില. ഫിലിപ്പീൻസിന്റെ തലസ്ഥാന നഗരമാണ് മനില. ലുസോൺ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഇത് രാജ്യത്തിലെ പ്രധാന തുറമുഖവും ഒരു പ്രധാന സാമ്പത്തിക, സാംസ്കാരിക, വിദ്യാഭ്യാസ കേന്ദ്രവുമാണ്. ഫിലിപ്പീൻസിന്റെ കറൻസി എന്താണ്? ഫിലിപ്പീൻ പെസോ. ഫിലിപ്പീൻസിന്റെ ഔദ്യോഗിക കറൻസിയാണ് ഫിലിപ്പീൻ പെസോ, PHP. മണില ആസ്ഥാനമായുള്ള സെൻട്രൽ ബാങ്ക് ഓഫ് ഫിലിപ്പീൻസാണ് ഇത് പുറത്തിറക്കുന്നത്. പ്രാദേശിക സമ്പദ്വ്യവസ്ഥയിലും അന്താരാഷ്ട്ര വ്യാപാരത്തിലും ഇതിന് നിർണായക പങ്കുണ്ട്. പോളണ്ടിന്റെ തലസ്ഥാന നഗരം ഏതാണ്? വാർസോ. വാർസോ പോളണ്ടിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ്. വിസ്ല നദിയുടെ തീരത്തുള്ള ഈ നഗരം രാജ്യത്തിന്റെ പ്രധാന സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ കേന്ദ്രമാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഏറെ തകർന്നടിഞ്ഞ നഗരം പിന്നീട് പുനർനിർമ്മിക്കപ്പെട്ടു. പോളണ്ടിന്റെ കറൻസി എന്താണ്? പോളിഷ് സ്ലോട്ടി. പോളണ്ടിന്റെ ഔദ്യോഗിക കറൻസിയാണ് പോളിഷ് സ്ലോട്ടി, PLN. പോളണ്ടിലെ നാഷണൽ ബാങ്കാണ് സ്ലോട്ടി പുറത്തിറക്കുന്നത്. സ്ലോട്ടി എന്ന വാക്കിന് പോളിഷ് ഭാഷയിൽ സ്വർണം എന്നർത്ഥം. പോർച്ചുഗലിന്റെ തലസ്ഥാന നഗരം ഏതാണ്? ലിസ്ബൺ. പോർച്ചുഗലിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ലിസ്ബൺ. ടെജസ് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം പടിഞ്ഞാറൻ യൂറോപ്പിലെ ഏറ്റവും പഴയ നഗരങ്ങളിലൊന്നാണ്. പോർച്ചുഗലിന്റെ പ്രധാന സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രമാണിത്. പോർച്ചുഗലിന്റെ കറൻസി എന്താണ്? യൂറോ. പോർച്ചുഗൽ യൂറോസോണിലെ ഒരംഗരാജ്യമായതിനാൽ അതിന്റെ ഔദ്യോഗിക കറൻസി യൂറോയാണ്. EUR. യൂറോപ്യൻ സെൻട്രൽ ബാങ്കാണ് യൂറോയുടെ നയങ്ങൾ നിയന്ത്രിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും യൂറോയാണ് കറൻസിയായി ഉപയോഗിക്കുന്നത്. ഖത്തറിന്റെ തലസ്ഥാന നഗരം ഏതാണ്? ദോഹ. ഖത്തറിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ദോഹ. പേർഷ്യൻ ഗൾഫിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദോഹ രാജ്യത്തിന്റെ സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രമാണ്. അറബ് ലോകത്തെ പ്രധാന നഗരങ്ങളിലൊന്നായി ഇത് വളർന്നിട്ടുണ്ട്. ഖത്തറിന്റെ കറൻസി എന്താണ്? ഖത്തർ റിയാൽ. ഖത്തറിന്റെ ഔദ്യോഗിക കറൻസിയാണ് ഖത്തർ റിയാൽ, QAR. ഖത്തർ സെൻട്രൽ ബാങ്കാണ് റിയാൽ പുറത്തിറക്കുന്നത്. എണ്ണ, പ്രകൃതിവാതകം എന്നിവയുടെ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനം ഈ കറൻസിയുടെ മൂല്യം നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഏത് ചരിത്രകാരന്റെ ഹിസ്റ്ററീസ് എന്ന ഗ്രന്ഥമാണ് 5-ാം നൂറ്റാണ്ട് BC-യിൽ ഇന്ത്യയും പേർഷ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്? ഹെറോഡോട്ടസ്.
ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസിന്റെ ഹിസ്റ്ററീസ് എന്ന കൃതി പേർഷ്യൻ യുദ്ധങ്ങളെക്കുറിച്ചും അക്കാലത്തെ വിവിധ സംസ്കാരങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ നൽകുന്നു. ഇതിൽ പുരാതന ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ ചില പരാമർശങ്ങൾ ഉൾപ്പെടുന്നു. അലക്സാണ്ടർ ചക്രവർത്തിയുടെ സമകാലികരിൽ ആരാണ് ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ ആധികാരികവും വിശ്വസനീയവുമായ വിവരങ്ങൾ നൽകിയത്? നിയാർക്കസ്, ഒനസിക്രിറ്റസ്, അരിസ്റ്റോബുലസ്. അലക്സാണ്ടറുടെ പടയോട്ടത്തിൽ പങ്കെടുത്ത ഈ ഗ്രീക്ക് എഴുത്തുകാരുടെ വിവരണം ഇന്ത്യയെക്കുറിച്ചുള്ള പാശ്ചാത്യ ലോകത്തിന്റെ ആദ്യകാല ധാരണകൾക്ക് അടിസ്ഥാനമിട്ടു. ഇവരുടെ രചനകൾ അലക്സാണ്ടറിന്റെ സൈന്യത്തിന്റെ ഇന്ത്യയിലെ യാത്രകളെയും അവിടുത്തെ സാമൂഹിക ജീവിതത്തെയും കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകൾ നൽകുന്നു. അലക്സാണ്ടറുടെ ആക്രമണത്തിനുശേഷം ഇന്ത്യയെക്കുറിച്ച് എഴുതിയ 3 പ്രമുഖ അംബാസഡർമാരുടെ പേര് പറയുക. മെഗസ്തനീസ്, ഡീമാക്കസ്, ഡയോനിഷ്യസ്. മൗര്യൻ കാലഘട്ടത്തിലെ ഇന്ത്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയ വിദേശ സഞ്ചാരികളാണ് ഇവർ. മെഗസ്തനീസിന്റെ ഇന്ത്യക്ക, മൗര്യസാമ്രാജ്യത്തിലെ ഭരണസംവിധാനം, സാമൂഹിക ഘടന, നഗരങ്ങൾ എന്നിവയെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. മെഗസ്തനീസ് ആരായിരുന്നു? ആരുടെ സദസ്സിലാണ് അദ്ദേഹം വന്നത്? സെലൂക്കസ് നിക്കേറ്ററിന്റെ അംബാസഡറായിരുന്ന മെഗസ്തനീസ് ചന്ദ്രഗുപ്ത മൗര്യന്റെ സദസ്സിൽ എത്തിച്ചേർന്നു. ഗ്രീക്ക് അംബാസഡറായ മെഗസ്തനീസ് ചന്ദ്രഗുപ്ത മൗര്യന്റെ മൗര്യസാമ്രാജ്യത്തെക്കുറിച്ച് ഇന്ത്യക്ക എന്ന പേരിൽ ഒരു വിവരണം രചിച്ചു. പുരാതന ഇന്ത്യയുടെ ഭരണസംവിധാനം, സൈന്യം, സാമൂഹിക ജീവിതം എന്നിവയെക്കുറിച്ച് ഈ കൃതി വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുന്നു. ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ ഇന്ത്യൻ രാഷ്ട്രപതി എന്ന നിലയിലുള്ള കാലാവധി എത്രയായിരുന്നു? 1974 ഓഗസ്റ്റ് മുതൽ 1977 ഫെബ്രുവരി വരെ. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യയുടെ 5ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. 1974 ഓഗസ്റ്റ് 24 സ്ഥാനമേറ്റ അദ്ദേഹം 1977 ഫെബ്രുവരി 11 സ്ഥാനത്തിരിക്കെ അന്തരിച്ചു. സ്ഥാനത്തിരിക്കെ അന്തരിക്കുന്ന 2ാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് അദ്ദേഹം. 1977 ഫെബ്രുവരി മുതൽ 1977 ജൂലൈ വരെ ഇന്ത്യയുടെ ആക്ടിംഗ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചത് ആരായിരുന്നു? ബസപ്പ ദാനപ്പ ജട്ടി. 1977 ഫെബ്രുവരി 11 മുതൽ ജൂലൈ 25 വരെയായിരുന്നു ബസപ്പ ദാനപ്പ ജട്ടി ഇന്ത്യയുടെ ആക്ടിംഗ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചത്. അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ അകാല വിയോഗത്തെ തുടർന്നാണ് ഉപരാഷ്ട്രപതി എന്ന നിലയിൽ അദ്ദേഹം ഈ പദവിയിലെത്തിയത്. ബി.ഡി. ജട്ടിയുടെ ആക്ടിംഗ് കാലാവധിക്ക് ശേഷം ഫക്രുദ്ദീൻ അലി അഹമ്മദിന് ശേഷം ഇന്ത്യയുടെ പ്രസിഡന്റായി വന്നത് ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡി. ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ മരണശേഷം ബി.ഡി. ജട്ടി ആക്ടിംഗ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചതിനു ശേഷം നീലം സഞ്ജീവ റെഡ്ഡി ഇന്ത്യയുടെ 6ാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ രാഷ്ട്രപതിയാണ് അദ്ദേഹം. 1977 ജൂലൈ 25-നാണ് അദ്ദേഹം സ്ഥാനമേറ്റത്. മെഗസ്തനീസിന്റെ കൃതിയുടെ പേരെന്താണ്? അത് എന്തിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്? ഇന്ത്യക്ക. അത് സമകാലിക മൗര്യ സമൂഹത്തെയും സംസ്കാരത്തെയും കുറിച്ച് വിവരിക്കുന്നു. മെഗസ്തനീസിന്റെ ഇന്ത്യക്ക മൗര്യസാമ്രാജ്യത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകുന്ന ഒരു ചരിത്രരേഖയാണ്. ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലെ ഗ്രീക്ക് സ്ഥാനപതിയായിരുന്നു മെഗസ്തനീസ്. പുരാതന ഇന്ത്യൻ സമൂഹത്തെയും ഭരണത്തെയും കുറിച്ച് പഠിക്കാൻ ഈ ഗ്രന്ഥം സഹായകമാണ്. 1997 ജൂലൈ മുതൽ 2002 ജൂലൈ വരെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? കോച്ചേരിൽ രാമൻ നാരായണൻ. കോച്ചേരിൽ രാമൻ നാരായണൻ കെ.ആർ. നാരായണൻ ഇന്ത്യയുടെ 10ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. 1997 ജൂലൈ 25 മുതൽ 2002 ജൂലൈ 25 വരെയാണ് അദ്ദേഹം ഈ പദവിയിലിരുന്നത്. ആദ്യത്തെ ദളിത് രാഷ്ട്രപതിയും മലയാളിയുമായ കെ.ആർ. നാരായണൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രമുഖനായിരുന്നു. എ.പി.ജെ. അബ്ദുൽ കലാമിന് ശേഷം ഇന്ത്യയുടെ പ്രസിഡന്റായി വന്നത് ആരാണ്? പ്രതിഭ പാട്ടീൽ. എ.പി.ജെ. അബ്ദുൽ കലാമിന് ശേഷം 2007-ൽ പ്രതിഭ ദേവിസിംഗ് പാട്ടീൽ ഇന്ത്യയുടെ 12ാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി കൂടിയായിരുന്നു അവർ. 2012 വരെയായിരുന്നു അവരുടെ കാലാവധി. നൽകിയിട്ടുള്ള രേഖകൾ പ്രകാരം 2012 ജൂലൈ മുതൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? പ്രണബ് മുഖർജി.
2012 ജൂലൈ 25 മുതൽ 2017 ജൂലൈ 25 വരെ ഇന്ത്യയുടെ 13ാമത്തെ രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത് പ്രണബ് മുഖർജിയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു മുതിർന്ന നേതാവായിരുന്ന അദ്ദേഹം ധനകാര്യം, പ്രതിരോധം, വിദേശകാര്യം തുടങ്ങിയ നിരവധി പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഡൈമാക്കസ് ആരായിരുന്നു? അദ്ദേഹം ആരുടെ കൊട്ടാരത്തിലെ അംബാസഡറായി സേവനമനുഷ്ഠിച്ചു? സിറിയൻ രാജാവായ അന്റിയോക്കസിന്റെ അംബാസഡറായിരുന്നു ഡൈമാക്കസ്. അദ്ദേഹം ബിന്ദുസാരന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. ഡൈമാക്കസ് മൗര്യസാമ്രാജ്യത്തിലെ ബിന്ദുസാരന്റെ കൊട്ടാരത്തിലെത്തിയ ഗ്രീക്ക് സ്ഥാനപതിയായിരുന്നു. മെഗസ്തനീസിന് ശേഷം ഇന്ത്യയിലെത്തിയ പ്രധാനപ്പെട്ട ഗ്രീക്ക് സ്ഥാനപതിമാരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. പുരാതന ഇന്ത്യയും ഗ്രീക്ക് ലോകവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇദ്ദേഹത്തിന്റെ യാത്രകളിൽ നിന്ന് ലഭിക്കുന്നു. ഡയോനിഷ്യസ് ആരായിരുന്നു? ഈജിപ്തിൽ നിന്ന് ആരുടെ കൊട്ടാരത്തിലെ അംബാസഡറായിട്ടാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചത്? ഈജിപ്ഷ്യൻ രാജാവായ ടോളമി ഫിലാഡൽഫസിന്റെ അംബാസഡറായിരുന്നു ഡയോനിഷ്യസ്. അദ്ദേഹം മൗര്യ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. ഡയോനിഷ്യസ് ഈജിപ്ഷ്യൻ ഭരണാധികാരിയായ ടോളമി ഫിലാഡൽഫസിന്റെ പ്രതിനിധിയായി മൗര്യസാമ്രാജ്യത്തിലെത്തി. പുരാതന ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളുമായി ഉണ്ടായിരുന്ന നയതന്ത്രബന്ധങ്ങളെ ഇത് സൂചിപ്പിക്കുന്നു. മൗര്യന്മാരുടെ കാലത്തെ വിദേശബന്ധങ്ങൾ മനസ്സിലാക്കാൻ ഇത്തരം വിവരങ്ങൾ പ്രധാനമാണ്. ചിത്തോറിലെ വിജയസ്തൂപം പണികഴിപ്പിച്ചത് ആര്? റാണ കുംഭ. മേവാറിലെ സിസോദിയ രാജവംശത്തിലെ പ്രതാപശാലിയായ ഭരണാധികാരിയായിരുന്ന റാണ കുംഭ 1433 മുതൽ AD 1468 വരെ മഹ്മൂദ് ഖിൽജിക്കെതിരായ തന്റെ വിജയത്തിന്റെ സ്മരണാർത്ഥം ചിറ്റോർഡിൽ വിജയസ്തംഭം പണികഴിപ്പിച്ചു. ഈ സ്തംഭം രജപുത്ര വാസ്തുവിദ്യയുടെയും പ്രതിരോധത്തിന്റെയും പ്രതീകമാണ്. കീർത്തിസ്തംഭം ഏത് ജൈന തീർത്ഥങ്കരനാണ് സമർപ്പിച്ചിരിക്കുന്നത്? ആദിനാഥൻ, ആദ്യത്തെ തീർത്ഥങ്കരൻ. ചിറ്റോർഡിലെ പ്രസിദ്ധമായ കീർത്തിസ്തംഭം ആദ്യത്തെ ജൈന തീർത്ഥങ്കരനായ ആദിനാഥന് സമർപ്പിച്ചിട്ടുള്ളതാണ്. 12ാം നൂറ്റാണ്ടിൽ ഭാഗർവാൾ ജൈന വ്യാപാരിയായ ജീത ബഗ്രേവാലാണ് ഇത് പണികഴിപ്പിച്ചത്. ജൈനമതത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു ചരിത്ര സ്മാരകമാണിത്. കാൻവ യുദ്ധം നടന്നത് എപ്പോഴാണ്? ആരെല്ലാം തമ്മിലായിരുന്നു? AD 1527 റാണ സംഗയും ബാബറും തമ്മിൽ. 1527 കാൻവയിൽ വെച്ച് നടന്ന ഈ യുദ്ധം മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ബാബറിനും മേവാറിലെ രജപുത്ര ഭരണാധികാരിയായ റാണ സംഗയ്ക്കും ഇടയിലായിരുന്നു. ഈ യുദ്ധത്തിലെ ബാബറിന്റെ വിജയം ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഹൽദിഘട്ടി യുദ്ധം എപ്പോഴാണ്? ആരെല്ലാം തമ്മിലാണ് നടന്നത്? AD 1576 ജൂൺ 18 റാണ പ്രതാപിനും അക്ബറിനുമിടയിൽ. ഹൽദിഘട്ടി യുദ്ധം ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ്. ഈ യുദ്ധം മേവാറിലെ റാണ പ്രതാപിന്റെയും മുഗൾ ചക്രവർത്തി അക്ബറിന്റെയും സൈന്യങ്ങൾ തമ്മിൽ നടന്നു. റാണ പ്രതാപിന്റെ സൈന്യത്തെ നയിച്ചത് ഹക്കീം ഖാൻ സൂരും അക്ബറിന്റെ സൈന്യത്തെ നയിച്ചത് മാൻ സിംഗ് ഒന്നാമനുമായിരുന്നു. മേവാറിന്റെ തലസ്ഥാനം എന്തായിരുന്നു? ചിത്തോർഡ്. മേവാർ രാജ്യം ഇന്നത്തെ രാജസ്ഥാൻ സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. ചിത്തോർഡ് കോട്ട മേവാറിന്റെ തലസ്ഥാനമായിരുന്ന കാലത്ത് പ്രതിരോധത്തിലും വാസ്തുവിദ്യയിലും ഒരു പ്രധാന കേന്ദ്രമായി പ്രവർത്തിച്ചു. ഈ കോട്ട യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. ആരുടെ ഭരണകാലത്താണ് മേവാർ മുഗൾ സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ചത്? ജഹാംഗീറിന്റെ ഭരണകാലത്താണ് മേവാർ മുഗൾ സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ചത്. റാണ അമർ സിംഗിന്റെയും മുഗളരുടെയും ഇടയിൽ 1615 ഒപ്പുവച്ച ഉടമ്പടി പ്രകാരം മേവാർ മുഗൾ സാമ്രാജ്യത്തിന്റെ ഭാഗമാവുകയും എന്നാൽ മേവാറിലെ രാജാക്കന്മാർക്ക് അവരുടെ സ്വയംഭരണം നിലനിർത്താൻ അനുവാദം ലഭിക്കുകയും ചെയ്തു. ഈ ഉടമ്പടി ദീർഘകാലമായി നടന്ന സംഘർഷങ്ങൾക്ക് വിരാമമിട്ടു. ഖണ്ഡേശിന്റെ സ്വതന്ത്ര രാജ്യം സ്ഥാപിച്ചത് ആരാണ്? ഏത് പ്രദേശത്താണ്? മാലിക് അഹമ്മദ് ഖാൻ റാസ, നർമ്മദ താപ്തി നദികൾക്കിടയിൽ. ഖണ്ഡേഷ് സുൽത്താനത്ത് സ്ഥാപിച്ചത് മാലിക് അഹമ്മദ് ഖാൻ റാസയാണ്. ഇന്നത്തെ മഹാരാഷ്ട്രയുടെയും മധ്യപ്രദേശിന്റെയും ഭാഗമായി വരുന്ന നർമ്മദ താപ്തി നദികൾക്കിടയിലുള്ള പ്രദേശത്താണ് ഈ സ്വതന്ത്ര രാജ്യം നിലനിന്നിരുന്നത്. ഫറൂഖി രാജവംശമാണ് ഖണ്ഡേഷ് ഭരിച്ചിരുന്നത്. ഖണ്ഡേഷിന്റെ തലസ്ഥാനം എന്തായിരുന്നു? ബുർഹാൻപൂർ ഖണ്ഡേഷ് സുൽത്താനത്തിന്റെ തലസ്ഥാനമായിരുന്നു. താപ്തി നദിയുടെ തീരത്തുള്ള ഈ നഗരം തന്ത്രപരമായും വാണിജ്യപരമായും പ്രാധാന്യമുള്ള ഒരു കേന്ദ്രമായിരുന്നു. മുഗൾ കാലഘട്ടത്തിലും ഇത് ഒരു പ്രധാന കേന്ദ്രമായി തുടർന്നു.
ഖണ്ഡേഷ് മുഗൾ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത് ആരാണ്, എപ്പോഴാണ്? അക്ബർ 1601-ൽ 1601-ൽ അക്ബർ ചക്രവർത്തിയാണ് ഖണ്ഡേഷ് മുഗൾ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത്. അസിർഗഡ് കോട്ടയുടെ കീഴടങ്ങലോടെയാണ് ഈ പ്രദേശം മുഗൾ സാമ്രാജ്യത്തിന്റെ ഭാഗമായത്. ഇത് ദക്ഷിണേന്ത്യയിലേക്കുള്ള മുഗൾ വികാസത്തിന്റെ ഒരു സുപ്രധാന ചുവടുവെപ്പായിരുന്നു. കിഴക്കൻ ഗംഗാ രാജവംശത്തിലെ ഏത് ഭരണാധികാരിയാണ് ഒഡീഷയിൽ ശക്തമായ ഒരു രാജ്യം സ്ഥാപിച്ചത്? അനന്തവർമ്മൻ ചോഡഗംഗ. അനന്തവർമ്മൻ ചോഡഗംഗ ദേവൻ കിഴക്കൻ ഗംഗാ രാജവംശത്തിലെ ഏറ്റവും പ്രമുഖനായ ഭരണാധികാരിയായിരുന്നു. ഇദ്ദേഹമാണ് ഇന്നത്തെ ഒഡീഷ സംസ്ഥാനത്തിന്റെ വലിയൊരു ഭാഗം ഉൾക്കൊണ്ട് ഒരു ശക്തമായ രാജ്യം സ്ഥാപിച്ചത്. ഇദ്ദേഹം കലയ്ക്കും വാസ്തുവിദ്യയ്ക്കും വലിയ പ്രോത്സാഹനം നൽകിയിരുന്നു. പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ചത് ആരാണ്? അനന്തവർമ്മൻ ചോഡഗംഗ. ഒഡീഷയിലെ പുരിയിലുള്ള ലോകപ്രശസ്തമായ ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ചത് അനന്തവർമ്മൻ ചോഡഗംഗ ദേവനാണ്. 12ാം നൂറ്റാണ്ടിലാണ് ഈ മഹത്തായ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഇത് ഹൈന്ദവ തീർത്ഥാടനത്തിലെ ചാരുധാമുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ആചാര്യശങ്കരൻ ഏത് നൂറ്റാണ്ടിൽ ഏത് പ്രദേശത്താണ് ജനിച്ചത്? 8ാം നൂറ്റാണ്ട്, കേരളം. അതിപ്രശസ്തനായ ദാർശനികൻ ആദി ശങ്കരാചാര്യർ 8ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ കാലടിയിലാണ് ജനിച്ചത്. അദ്വൈത വേദാന്ത തത്വചിന്തയ്ക്ക് അദ്ദേഹം രൂപം നൽകി. ഭാരതം മുഴുവൻ സഞ്ചരിച്ച് അദ്ദേഹം സ്ഥാപിച്ച മഠങ്ങൾ ഹിന്ദുമത പ്രചാരണത്തിൽ വലിയ പങ്ക് വഹിച്ചു. ശങ്കരാചാര്യർ പ്രചരിപ്പിച്ച തത്വചിന്ത ഏതാണ്? അദ്വൈത വേദാന്തം. ശങ്കരാചാര്യർ ഭാരതീയ തത്വചിന്തയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന അദ്വൈത വേദാന്തമാണ്. ബ്രഹ്മം മാത്രമാണ് സത്യമെന്നും ഈ ലോകം മായയാണെന്നും ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്നും അദ്വൈതം പഠിപ്പിക്കുന്നു. ഇത് ഹിന്ദുമതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദർശനമാണ്. വിശിഷ്ടാദ്വൈത തത്വശാസ്ത്രം ആവിഷ്കരിച്ചത് ആര്? രാമാനുജാചാര്യൻ. വിശിഷ്ടാദ്വൈതം ഭക്തിമാർഗത്തിന് ഊന്നൽ നൽകുന്ന ഒരു വേദാന്ത ദർശനമാണ്. ബ്രഹ്മം ഏകമാണെങ്കിലും അതിന് ഗുണങ്ങളുണ്ടെന്നും ജീവാത്മാക്കൾ ബ്രഹ്മത്തിന്റെ അംശങ്ങളാണെന്നും ഇത് പഠിപ്പിക്കുന്നു. രാമാനുജാചാര്യനാണ് ഈ സിദ്ധാന്തത്തിന്റെ പ്രധാന വക്താവ്. ദ്വൈതവാദ തത്വശാസ്ത്രം ആവിഷ്കരിച്ചത് ആര്? മാധ്വാചാര്യൻ. മാധ്വാചാര്യൻ സ്ഥാപിച്ച ദ്വൈതവാദം ബ്രഹ്മം, ദൈവം, ജീവാത്മാവ്, പ്രകൃതി എന്നിവ പരസ്പരം വ്യത്യസ്തമായ 3 സത്തകളാണെന്ന് വിശ്വസിക്കുന്നു. ഭഗവാൻ വിഷ്ണുവാണ് പരമമായ സത്യമെന്ന് ഈ ദർശനം ഊന്നിപ്പറയുന്നു. ശുദ്ധാദ്വൈതവാദ തത്വശാസ്ത്രം ആവിഷ്കരിച്ചത് ആര്? വല്ലഭാചാര്യൻ. വല്ലഭാചാര്യൻ ആവിഷ്കരിച്ച ശുദ്ധാദ്വൈതവാദം ലോകം യാഥാർത്ഥ്യമാണെന്നും മായയില്ലെന്നും പഠിപ്പിക്കുന്നു. കൃഷ്ണഭക്തിക്ക് ഊന്നൽ നൽകുന്ന ഈ സിദ്ധാന്തം അനുസരിച്ച് ബ്രഹ്മം നിർഗുണമാണെങ്കിലും സഗുണരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ദ്വൈതാദ്വൈത തത്വശാസ്ത്രം ആവിഷ്കരിച്ചത് ആര്? നിംബാർക്കാചാര്യൻ. നിംബാർക്കാചാര്യന്റെ ദ്വൈതാദ്വൈത സിദ്ധാന്തം ഭേദാഭേദ എന്ന പേരിലും അറിയപ്പെടുന്നു. ബ്രഹ്മവും ജീവാത്മാവും പരസ്പരം വ്യത്യാസമുള്ളവയും അതേസമയം അഭേദ്യവുമായ ബന്ധം പുലർത്തുന്നു എന്ന് ഇത് പഠിപ്പിക്കുന്നു. രാധാകൃഷ്ണ ഭക്തിക്കാണ് ഈ ദർശനം പ്രാധാന്യം നൽകുന്നത്. ദക്ഷിണേന്ത്യയിൽ ഭക്തിപ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? വൈഷ്ണവ ആഴ്വാർ സന്യാസിമാരും ശൈവ നായനാർ സന്യാസിമാരും. ആഴ്വാർമാരും നായനാർമാരും 6ാം നൂറ്റാണ്ടിനും 9ാം നൂറ്റാണ്ടിനുമിടയിൽ ദക്ഷിണേന്ത്യയിൽ ഭക്തിപ്രസ്ഥാനം പ്രചരിപ്പിച്ചു. വിഷ്ണുഭക്തിക്ക് പ്രാധാന്യം നൽകിയവരായിരുന്നു ആഴ്വാർമാർ, ശിവഭക്തരായിരുന്നു നായനാർമാർ. ഭക്തിപ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രചാരകരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നതും വിശിഷ്ടാദ്വൈത തത്വശാസ്ത്രം പ്രചരിപ്പിച്ചതുമായ വൈഷ്ണവ ആചാര്യൻ ആര്? രാമാനുജാചാര്യൻ. 11ാം നൂറ്റാണ്ടിലെ പ്രമുഖ തത്വചിന്തകനായ രാമാനുജാചാര്യൻ വിശിഷ്ടാദ്വൈതം എന്ന ദാർശനിക ചിന്തയ്ക്ക് രൂപം നൽകി. ഭക്തിമാർഗത്തിലൂടെ മോക്ഷം നേടാമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ദക്ഷിണേന്ത്യയിലെ ഭക്തിപ്രസ്ഥാനത്തിന് ഇത് വലിയ പ്രചോദനമായി. ആചാര്യ രാമാനുജൻ ജനിച്ചത് എവിടെയാണ്? ശ്രീപെരുമ്പുത്തൂർ, മദ്രാസ്, ഇന്നത്തെ ചെന്നൈ. 12ാം നൂറ്റാണ്ടിലെ പ്രമുഖ തത്വചിന്തകനും വൈഷ്ണവ ആചാര്യനുമായ രാമാനുജൻ തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തിനടുത്തുള്ള ശ്രീപെരുമ്പുതത്തൂരിലാണ് ജനിച്ചത്. വിശിഷ്ടാദ്വൈത ദർശനത്തിന്റെ പ്രധാന വക്താവായിരുന്നു അദ്ദേഹം. ഉത്തരേന്ത്യയിൽ ഭക്തിപ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ പ്രചാരകൻ ആരായിരുന്നു? രാമാനന്ദൻ.
14-ാം നൂറ്റാണ്ടിൽ രാമാനന്ദനാണ് ഉത്തരേന്ത്യയിൽ ഭക്തിപ്രസ്ഥാനം പ്രചരിപ്പിച്ചത്. ജാതിഭേദമന്യേ എല്ലാ വിഭാഗക്കാർക്കും ഭക്തിമാർഗം സ്വീകരിക്കാമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. രാമാനന്ദൻ ജനിച്ചത് എവിടെയാണ്? പ്രയാഗ്, അലഹബാദ്. 14-ാം നൂറ്റാണ്ടിലെ ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാന സന്യാസിയായിരുന്ന രാമാനന്ദൻ ഇന്നത്തെ ഉത്തർപ്രദേശിലെ പ്രയാഗിലാണ് ജനിച്ചത്. കബീർ, രവിദാസ് തുടങ്ങിയ പ്രമുഖ ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഏത് ഭക്തി സന്യാസിയാണ് ആദ്യമായി ഹിന്ദിയിൽ തന്റെ പ്രഭാഷണങ്ങൾ നടത്തിയത്? രാമാനന്ദൻ. രാമാനന്ദൻ തന്റെ ഭക്തിപ്രസ്ഥാന ആശയങ്ങൾ സാധാരണക്കാർക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിനായി പ്രാദേശിക ഭാഷയായ ഹിന്ദി ഉപയോഗിച്ചു. ഇത് ഭക്തിപ്രസ്ഥാനത്തിന് ജനകീയ സ്വീകാര്യത നേടിക്കൊടുക്കുന്നതിനും ഹിന്ദി ഭാഷയുടെ വളർച്ചയ്ക്കും വലിയ സംഭാവന നൽകി. രാമാനന്ദന്റെ പ്രമുഖ ശിഷ്യന്മാരിൽ ചിലരുടെ പേരുകൾ പറയാമോ? കബീർ, റൈദാസ്, സേന, പിപ, പദ്മാവതി, സുരസരി. രാമാനന്ദൻ ഭക്തിപ്രസ്ഥാനത്തിലെ പ്രമുഖനായ സന്യാസിയും രാമാനുജന്റെ ശിഷ്യനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിലൂടെ ഭക്തിപ്രസ്ഥാനം ഉത്തരേന്ത്യയിൽ വ്യാപിച്ചു. ജാതിഭേദമില്ലാതെ എല്ലാവരെയും ശിഷ്യന്മാരായി സ്വീകരിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന സവിശേഷത. നിർഗുണ ഭക്തിയുമായി ബന്ധപ്പെട്ട് കുടുംബജീവിതം നയിച്ച പ്രമുഖ ഭക്തി സന്യാസി ആരായിരുന്നു? കബീർ. കബീർദാസ് 15-ാം നൂറ്റാണ്ടിലെ പ്രമുഖ ഭക്തി കവിയും സന്യാസിയുമായിരുന്നു. അദ്ദേഹം നിർഗുണ ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രചാരകനായിരുന്നു. അവിടെ ദൈവത്തിന് രൂപമോ ഗുണങ്ങളോ ഇല്ലെന്ന് വിശ്വസിക്കപ്പെട്ടു. സാധാരണ ജനങ്ങൾക്കിടയിൽ ജീവിച്ച് തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. സന്യാസി കബീറിന്റെ പ്രഭാഷണങ്ങളുടെ സമാഹാരം എന്താണ് അറിയപ്പെടുന്നത്? ബീജക്. ബീജക് എന്നത് സന്യാസി കബീറിന്റെ പ്രധാന കൃതിയാണ്. ഇതിൽ അദ്ദേഹത്തിന്റെ ദോഹകളും പദങ്ങളും രചനകളും ഉൾപ്പെടുന്നു. ഇത് കബീർ പന്ത് പിന്തുടരുന്നവർക്ക് ഒരു വിശുദ്ധ ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ തത്വചിന്തയും സാമൂഹിക വിമർശനങ്ങളും ഇതിൽ പ്രതിഫലിക്കുന്നു. അമർമൂൾ എന്നത് എന്തിന്റെ സമാഹാരമാണ്? കബീർദാസും അദ്ദേഹത്തിന്റെ ശിഷ്യൻ ധർമ്മദാസും തമ്മിലുള്ള സംഭാഷണങ്ങൾ. അമർമൂൾ കബീർദാസിന്റെ തത്വചിന്തയെക്കുറിച്ചുള്ള ഒരു പ്രധാന ഗ്രന്ഥമാണ്. കബീറും അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യനായ ധർമ്മദാസും തമ്മിലുള്ള ആഴത്തിലുള്ള സംഭാഷണങ്ങളാണ് ഇതിന്റെ ഉള്ളടക്കം. കബീറിന്റെ ആത്മീയ ഉപദേശങ്ങളും തത്വചിന്തകളും ഇതിലൂടെ വ്യക്തമാക്കുന്നു. ബി.സി. 2-ാം നൂറ്റാണ്ടിൽ ജിയോഗ്രഫി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? അത് പുരാതന ഭൂമിശാസ്ത്രപരമായ അറിവുകൾ നൽകുന്നു. ടോളമി. ടോളമി ക്ലോഡിയസ് ടോളമയസ് ഒരു ഗ്രീക്ക് റോമൻ ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനും ഭൂമിശാസ്ത്രജ്ഞനുമായിരുന്നു. ബി.സി. 2-ാം നൂറ്റാണ്ടിൽ രചിച്ച അദ്ദേഹത്തിന്റെ ജിയോഗ്രഫി എന്ന കൃതി പുരാതന ലോകത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അറിവുകളെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെക്കുറിച്ചും ഈ ഗ്രന്ഥത്തിൽ പരാമർശങ്ങളുണ്ട്. കബീർദാസിന്റെ സമകാലികനായിരുന്ന സുൽത്താൻ ആരായിരുന്നു? സുൽത്താൻ സിക്കന്ദർ ലോധി. ലോധി രാജവംശത്തിലെ രണ്ടാമത്തെ ഭരണാധികാരിയായിരുന്നു സിക്കന്ദർ ലോധി. ഭരണകാലം 1489 മുതൽ 1517 വരെ. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് കബീർദാസ് ജീവിച്ചിരുന്നത്. കബീർദാസിന്റെ സാമൂഹികവും മതപരവുമായ കാഴ്ചപ്പാടുകൾ അന്നത്തെ ഭരണകൂടത്തിന് വെല്ലുവിളിയായിരുന്നു. ഗുരു നാനാക്ക് എവിടെ എന്ന് ജനിച്ചു? 1469-ൽ തൽവണ്ടിയിൽ, നൻകാന സാഹിബ്, പാകിസ്ഥാൻ. സിഖ് മതസ്ഥാപകനായ ഗുരു നാനാക്ക് ദേവ് 1469-ൽ പഞ്ചാബിലെ തൽവണ്ടി ഗ്രാമത്തിലാണ് ജനിച്ചത്. ഈ സ്ഥലം ഇപ്പോൾ പാകിസ്ഥാനിലെ നൻകാന സാഹിബ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ജന്മദിനം ഗുരുപൂരബ് എന്ന പേരിൽ ആഘോഷിക്കപ്പെടുന്നു. സിഖ് മതം സ്ഥാപിച്ചത് ആരാണ്? ഗുരു നാനാക്ക്. ഗുരു നാനാക്ക് ദേവ് ആണ് സിഖ് മതത്തിന്റെ സ്ഥാപകൻ. ഒരു ദൈവത്തിൽ വിശ്വസിക്കുക, സത്യസന്ധമായി സമ്പാദിക്കുക, ദാനം ചെയ്യുക, എല്ലാ മനുഷ്യരെയും തുല്യരായി കാണുക തുടങ്ങിയ തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് സിഖ് മതം. ഏകദേശം 15-ാം നൂറ്റാണ്ടിലാണ് സിഖ് മതം ഉത്ഭവിച്ചത്. ഗുരു നാനാക്ക് ഒരു പൊതു അടുക്കളയ്ക്കായി ആരംഭിച്ച ആചാരം എന്തായിരുന്നു? ഗുരു കാ ലംഗർ. ഗുരു കാ ലംഗർ എന്നത് സിഖ് ആരാധനാലയങ്ങളിൽ, ഗുരുദ്വാരകളിൽ എല്ലാവർക്കും സൗജന്യ ഭക്ഷണം നൽകുന്ന പൊതു അടുക്കള സമ്പ്രദായമാണ്. ഗുരു നാനാക്ക് ദേവ് ആണ് ഈ സമ്പ്രദായം ആരംഭിച്ചത്. ജാതി, മതം, ലിംഗഭേദം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു.
ഗുരു നാനാക്കിനെ സ്വാധീനിച്ച സൂഫി സന്യാസി ആരായിരുന്നു? ബാബ ഫരീദ്. പ്രമുഖ സൂഫി സന്യാസിയായിരുന്ന ഷെയ്ഖ് ഫരീദുദ്ദീൻ ഗഞ്ച് ഇഷക്കർ അഥവാ ബാബ ഫരീദ് ഗുരു നാനാക്കിന്റെ തത്വചിന്തയെ സ്വാധീനിച്ചു. അദ്ദേഹത്തിന്റെ ചില വരികൾ സിഖ് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമായ ഗുരു ഗ്രന്ഥ് സാഹിബിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്നേഹം, സഹിഷ്ണുത, ലാളിത്യം എന്നിവയിലൂന്നിയുള്ള ബാബ ഫരീദിന്റെ ആശയങ്ങൾ ഗുരു നാനാക്കിന്റെ പഠിപ്പിക്കലുകളിലും പ്രതിഫലിക്കുന്നു. കൃഷ്ണനോടുള്ള നിസ്വാർത്ഥ ഭക്തി പ്രചരിപ്പിച്ച 16-ാം നൂറ്റാണ്ടിലെ പശ്ചിമ ബംഗാളിലെ ഭക്തി സന്യാസി ആരായിരുന്നു? ചൈതന്യ മഹാപ്രഭു, ചൈതന്യദേവ. 16-ാം നൂറ്റാണ്ടിൽ ബംഗാളിൽ ജീവിച്ചിരുന്ന പ്രമുഖ ഭക്തി സന്യാസിയായിരുന്നു ചൈതന്യ മഹാപ്രഭു. കൃഷ്ണനോടുള്ള നിസ്വാർത്ഥമായ സ്നേഹത്തെയും ഭക്തിയെയും അദ്ദേഹം പ്രചരിപ്പിച്ചു. കീർത്തനം, സങ്കീർത്തനം തുടങ്ങിയ ഭജനരീതികൾക്ക് അദ്ദേഹം പ്രചാരം നൽകി. ഇത് വൈഷ്ണവ ഭക്തിപ്രസ്ഥാനത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. ബംഗാളിലെ ഭക്തിപ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു 15-ാം നൂറ്റാണ്ടിൽ ബംഗാളിൽ ഭക്തിപ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. കൃഷ്ണഭക്തി പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു, പ്രത്യേകിച്ച് ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിലൂടെ. ചൈതന്യ മഹാപ്രഭു എവിടെ, എപ്പോഴാണ് ജനിച്ചത്? 1485-ൽ ബംഗാളിലെ നാദിയയിൽ. 1485-ൽ ബംഗാളിലെ നാദിയയിലാണ് ചൈതന്യ മഹാപ്രഭു ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം നവദ്വീപ് എന്നും അറിയപ്പെടുന്നു. ഇത് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. ചൈതന്യ മഹാപ്രഭു ഏതു വിഭാഗം സ്ഥാപിച്ചു? ഏത് സമ്പ്രദായമാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത്? ഗൗഡീയ വൈഷ്ണവവും സങ്കീർത്തന സമ്പ്രദായവും. ചൈതന്യ മഹാപ്രഭു ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായം സ്ഥാപിക്കുകയും ഹരേ കൃഷ്ണ മന്ത്രോച്ചാരണത്തിലൂടെയുള്ള സങ്കീർത്തന സമ്പ്രദായം, കൂട്ടായി മന്ത്രങ്ങൾ ജപിക്കൽ ജനപ്രിയമാക്കുകയും ചെയ്തു. ഈ സമ്പ്രദായം ഭക്തിപ്രചാരണത്തിന് വലിയ സംഭാവന നൽകി. കൃഷ്ണഭക്തനായിരുന്ന ഏത് കവിയാണ് അക്ബർ ചക്രവർത്തിയുടെ സമകാലികനായിരുന്നത്? സൂർദാസ്. സൂർദാസ് 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രമുഖ കൃഷ്ണഭക്ത കവിയായിരുന്നു. അദ്ദേഹം അക്ബർ ചക്രവർത്തിയുടെ സമകാലികനായിരുന്നു. ഹിന്ദി സാഹിത്യത്തിലെ ഭക്തികാലഘട്ടത്തിലെ ഏറ്റവും മികച്ച കവികളിൽ ഒരാളായി അദ്ദേഹത്തെ കണക്കാക്കുന്നു. സൂർദാസിന്റെ ഏത് പ്രസിദ്ധമായ കൃതിയാണ് കൃഷ്ണന്റെ ജീവിതകഥ അവതരിപ്പിക്കുന്നത്? സൂർസാഗർ. സൂർസാഗർ സൂർദാസിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ്. ഇത് ഭഗവാൻ കൃഷ്ണന്റെ ബാല്യകാല ലീലകളെയും മനോഹരമായ കഥകളെയും വർണ്ണിക്കുന്നു. ഈ കൃതി ഹിന്ദി സാഹിത്യത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ്. മീരാബായി ആരെയാണ് വിവാഹം കഴിച്ചത്? റാണാ സംഗയുടെ മൂത്ത മകൻ ഭോജ് രാജിനെ. ഭക്തിപ്രസ്ഥാനത്തിലെ പ്രമുഖ കവയിത്രിയായ മീരാബായി മേവാറിലെ റാണാ സംഗയുടെ മൂത്ത മകൻ ഭോജ് രാജിനെയാണ് വിവാഹം കഴിച്ചത്. വിവാഹശേഷം വളരെ ചെറുപ്പത്തിൽ തന്നെ ഭോജ് രാജ് മരണപ്പെട്ടു. അതിനുശേഷം മീരാബായി പൂർണ്ണമായും കൃഷ്ണഭക്തിയിൽ മുഴുകി. മീരാബായിയുടെ ഗുരു ആരായിരുന്നു? രവിദാസ്. മീരാബായിയുടെ ആത്മീയ ഗുരു സന്ത് രവിദാസ് ആയിരുന്നു. രവിദാസ് ഒരു സാമൂഹിക പരിഷ്കർത്താവും കവിയും ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാന വ്യക്തിത്വവുമായിരുന്നു. മീരാബായി അദ്ദേഹത്തിന്റെ തത്വചിന്തകളെ പിന്തുടർന്നു. മീരാബായി രചിച്ച പ്രധാനപ്പെട്ട ചില സാഹിത്യകൃതികളുടെ പേര് പറയുക. നർസിക മൈറ, ഗീത ഗോവിന്ദ് ടീക, രാഗ ഗോവിന്ദ്, രാഗ് സോരത് കെ പദ് എന്നിവ. മീരാബായിയുടെ ഭക്തിഗാനങ്ങൾ മീരാ ഭജൻ എന്നറിയപ്പെടുന്നു. നർസിക മൈറ, ഗീത ഗോവിന്ദ് ടീക, രാഗ ഗോവിന്ദ്, രാഗ് സോരത് കെ പദ് എന്നിവ അവരുടെ പ്രധാന കൃതികളിൽ ചിലതാണ്. ഇവയെല്ലാം കൃഷ്ണനോടുള്ള അവരുടെ അചഞ്ചലമായ ഭക്തിയെ പ്രകടിപ്പിക്കുന്നു. തുളസീദാസ് എവിടെ, എപ്പോഴാണ് ജനിച്ചത്? 1532 ആദിൽ ഉത്തർപ്രദേശിലെ ബന്ദ ജില്ലയിലെ രാജാപൂരിൽ. രാമഭക്തി പ്രസ്ഥാനത്തിലെ ഒരു പ്രമുഖ കവിയും തത്വചിന്തകനുമായ തുളസീദാസ് 1532-ൽ ഉത്തർപ്രദേശിലെ ബന്ദ ജില്ലയിലെ രാജാപൂരിൽ ജനിച്ചു എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അദ്ദേഹം രാമായണത്തിന്റെ അവധ് ഭാഷയിലുള്ള പതിപ്പായ രാമചരിതമാനസം രചിച്ചു. ഗോസ്വാമി തുളസീദാസിന്റെ സമകാലികരായ മുഗൾ ചക്രവർത്തിമാർ ആരെല്ലാമായിരുന്നു? അക്ബറും ജഹാംഗീറും. 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായി ജീവിച്ചിരുന്ന തുളസീദാസ് മുഗൾ ചക്രവർത്തിമാരായ അക്ബറിന്റെയും
1556 മുതൽ 1605 വരെ, ജഹാംഗീറിന്റെയും 1605 മുതൽ 1627 വരെ സമകാലികനായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടം മുഗൾ ഭരണത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നു. തുളസീദാസിന്റെ ഏറ്റവും പ്രശസ്തമായ 2 സാഹിത്യകൃതികൾ ഏവ? രാമചരിതമാനസ്, വിനയപത്രിക. തുളസീദാസ് ഒരു ഭക്തകവിയും തത്വചിന്തകനുമായിരുന്നു. അദ്ദേഹത്തിന്റെ രാമചരിതമാനസ് ഹിന്ദുമതത്തിലെ പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നാണ്. ഇത് അവധി ഭാഷയിൽ രാമായണത്തിന്റെ ഒരു രൂപമാണ്. വിനയപത്രിക എന്നത് വിനയത്തോടെയുള്ള പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്ന ഒരു കൃതിയാണ്. മഹാരാഷ്ട്രയിൽ ഭക്തിപ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സന്യാസി ആരായിരുന്നു? നാമദേവ്. മറാഠി ഭാഷയിലെ ആദ്യകാല ഭക്തി കവികളിൽ പ്രമുഖനാണ് സന്ത് നാമദേവ്. 13ാം നൂറ്റാണ്ടിൽ മഹാരാഷ്ട്രയിൽ വിഠോബ ഭക്തിപ്രസ്ഥാനം ജനകീയമാക്കുന്നതിൽ ഇദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. ഇദ്ദേഹത്തിന്റെ അഭംഗങ്ങൾ ഭക്തർക്കിടയിൽ ഏറെ പ്രചാരത്തിലുണ്ടായിരുന്നു. സന്ത് നാമദേവ് ഏതു വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു? വാർക്കരി വിഭാഗം. സന്ത് നാമദേവ് വാർക്കരി വിഭാഗത്തിലെ ഒരു പ്രമുഖ സന്യാസിയായിരുന്നു. പണ്ഡർപൂരിലെ വിഠോബയെ ആരാധിക്കുന്ന ഭക്തരുടെ വിഭാഗമാണ് വാർക്കരി സമ്പ്രദായം. ഈ വിഭാഗം മഹാരാഷ്ട്രയിൽ രൂപം കൊണ്ട ഒരു ഭക്തിപ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഇസ്ലാം മതത്താൽ സ്വാധീനിക്കപ്പെട്ട ഭക്തിപ്രസ്ഥാനത്തിലെ സന്യാസി ആരായിരുന്നു? നാമദേവ്. സന്ത് നാമദേവ് ഭക്തിപ്രസ്ഥാനത്തിലെ ഒരു പ്രധാന സന്യാസിയായിരുന്നു. അദ്ദേഹത്തിന്റെ ചില രചനകളിൽ ഇസ്ലാമിക ചിന്തകളുടെ സ്വാധീനം കാണാൻ സാധിക്കും. മതസഹിഷ്ണുതയും സാഹോദര്യവും അദ്ദേഹം തന്റെ പഠിപ്പിക്കലുകളിലൂടെ പ്രചരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ രചനകളിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് ഊന്നൽ നൽകിയിരുന്നു. സന്ത് നാമദേവിന്റെ രചനകൾ ഏതു പേരിലാണ് പ്രസിദ്ധമായത്? അഭംഗങ്ങൾ. സന്ത് നാമദേവിന്റെ ഭക്തിഗാനങ്ങളും കവിതകളും അഭംഗങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ അഭംഗങ്ങൾ മറാഠി ഭക്തിസാഹിത്യത്തിലെ പ്രധാനപ്പെട്ട സംഭാവനകളാണ്. ഈ രചനകളിലൂടെ അദ്ദേഹം വിഠോബ ഭക്തി പ്രചരിപ്പിക്കുകയും സമൂഹത്തിൽ സമത്വത്തിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്തു. രവിദാസ് ആരുടെ ശിഷ്യനായിരുന്നു? രാമാനന്ദൻ. രവിദാസ് ഒരു പ്രമുഖ ഭക്തികാല സന്യാസിയും കവിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു. ഹിന്ദുമതത്തിലെ ഭക്തിപ്രസ്ഥാനത്തിലെ പ്രമുഖ സന്യാസിയായിരുന്ന രാമാനന്ദന്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം. രാമാനന്ദന്റെ പഠിപ്പിക്കലുകൾ രവിദാസിന്റെ തത്വചിന്തയെയും കാഴ്ചപ്പാടുകളെയും സ്വാധീനിച്ചു. രവിദാസ് സ്ഥാപിച്ച വിഭാഗം ഏതാണ്? രവിദാസി വിഭാഗം. സന്ത് രവിദാസ് സ്ഥാപിച്ച ഭക്തിപ്രസ്ഥാനത്തിലെ ഒരു വിഭാഗമാണ് രവിദാസി സമ്പ്രദായം. അദ്ദേഹത്തിന്റെ അനുയായികൾ രവിദാസികൾ എന്ന് അറിയപ്പെടുന്നു. സമത്വത്തിലും ജാതി വിവേചനത്തിനെതിരായ പോരാട്ടത്തിലും ഈ വിഭാഗം ഊന്നൽ നൽകുന്നു. ദാദു ദയാൽ എവിടെ എപ്പോൾ ജനിച്ചു? അഹമ്മദാബാദ്, 1544-ൽ. ഭക്തിപ്രസ്ഥാനത്തിലെ ഒരു പ്രധാന സന്യാസിയും കവിയുമായിരുന്നു ദാദു ദയാൽ. അദ്ദേഹം 1544-ൽ അഹമ്മദാബാദിൽ ജനിച്ചു. ദൈവത്തെയും മനുഷ്യരെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ സാമൂഹികവും ആത്മീയവുമായ പരിഷ്കരണത്തിന് വഴിയൊരുക്കി. ദാദു ദയാൽ സ്ഥാപിച്ച വിഭാഗം ഏതാണ്? ദാദു പന്ത്, യഥാർത്ഥത്തിൽ ബ്രഹ്മവിഭാഗം. ദാദു ദയാൽ സ്ഥാപിച്ച ഭക്തിപ്രസ്ഥാനത്തിലെ ഒരു വിഭാഗമാണ് ദാദു പന്ത്. ഈ വിഭാഗം നിർഗുണ ഭക്തിക്ക് ഊന്നൽ നൽകുന്നു, അതായത് രൂപമില്ലാത്ത ദൈവത്തെ ആരാധിക്കുന്നു. ഈ പ്രസ്ഥാനം ജാതി വർഗ വ്യത്യാസങ്ങൾക്കെതിരെ നിലകൊള്ളുകയും സാമൂഹിക സമത്വം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഏത് ഭക്തി സന്യാസിയാണ് നിർഗുണ ആരാധകനും ജാതി വിവേചനത്തെ എതിർത്തവനും ആയിരുന്നത്? ദാദു ദയാൽ. ദാദു ദയാൽ ഭക്തിപ്രസ്ഥാനത്തിലെ പ്രമുഖനായ ഒരു നിർഗുണ ആരാധകനായിരുന്നു. അദ്ദേഹം രൂപരഹിതനായ ദൈവത്തെയാണ് ആരാധിച്ചിരുന്നത്. കൂടാതെ സാമൂഹിക സമത്വത്തിനുവേണ്ടി നിലകൊള്ളുകയും ജാതി വിവേചനത്തെ ശക്തമായി എതിർക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ സാഹോദര്യത്തിനും സ്നേഹത്തിനും ഊന്നൽ നൽകി. 1586-ൽ ആമേറിൽ വെച്ച് ചക്രവർത്തി അക്ബറെ കണ്ടുമുട്ടിയ ഭക്തി സന്യാസി ആരാണ്? ദാദു ദയാൽ. ദാദു ദയാൽ ഒരു ഹിന്ദി ഭക്തി സന്യാസിയായിരുന്നു. അദ്ദേഹം സഗുണ ഭക്തിയെയും നിർഗുണ ഭക്തിയെയും ഒരുമിച്ച് കാണുകയും ഹിന്ദുമതത്തിലെയും ഇസ്ലാം മതത്തിലെയും ചില ഘടകങ്ങളെ കൂട്ടിച്ചേർത്ത് ഒരു പുതിയ മാർഗം നിർമ്മിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അക്ബറുമായുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച അന്നത്തെ മതപരമായ സഹിഷ്ണുതയുടെ ഒരു ഉദാഹരണമാണ്. ദാദു ദയാൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്?
നിപാക് നിപ്പാക്. ദാദു ദയാൽ നിപാക് പ്രസ്ഥാനം ആരംഭിച്ചു. ഇത് മതപരമായ വിവേചനങ്ങളെയും വിഭാഗീയതകളെയും നിരാകരിച്ച് സമാനതയിലും സ്നേഹത്തിലും ഊന്നൽ നൽകി. ഈ പ്രസ്ഥാനം മതപരമായ ഐക്യത്തിനും സാർവത്രിക സാഹോദര്യത്തിനും വേണ്ടി നിലകൊണ്ടു. ദാദു ദയാലുമായി ബന്ധപ്പെട്ട ചില കൃതികൾ ഏതാണ്? അനുഭവവാണി, കാംബ്ലി. ദാദു ദയാലിന്റെ പ്രധാന കൃതികളിൽ അനുഭവവാണി, കാംബ്ലി എന്നിവ ഉൾപ്പെടുന്നു. ഈ കൃതികൾ അദ്ദേഹത്തിന്റെ ആത്മീയ പഠിപ്പിക്കലുകളും തത്വചിന്തകളും ഉൾക്കൊള്ളുന്നു. ഇത് ഭക്തി സാഹിത്യത്തിന് വലിയ സംഭാവന നൽകി. സൂഫി എന്ന വാക്ക് ഏത് അറബി വാക്കിൽ നിന്ന് ഉത്ഭവിച്ചതാണ്? അതിനർത്ഥം എന്താണ്? സഫ അർത്ഥം പരിശുദ്ധി. സൂഫി എന്ന വാക്ക് അറബി പദമായ സഫ-യിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് പറയപ്പെടുന്നു. ഇതിനർത്ഥം പരിശുദ്ധി എന്നാണ്. സൂഫിസത്തെ പലപ്പോഴും ആന്തരിക വിശുദ്ധിയും ആത്മീയ ശുദ്ധീകരണവുമായി ബന്ധിപ്പിക്കുന്നു. ഇത് ദൈവത്തിലേക്കുള്ള വഴി കണ്ടെത്താനുള്ള ഒരു ആന്തരിക യാത്രയായി കണക്കാക്കപ്പെടുന്നു. അബുൾ ഫസൽ തന്റെ ഏത് കൃതിയിലാണ് 14 സൂഫി സിൽസിലകളെ വിഭാഗങ്ങൾ കുറിച്ച് പരാമർശിച്ചത്? ഐൻ-ഇ അക്ബരി. മുഗൾ ചക്രവർത്തി അക്ബറിന്റെ മന്ത്രിയും ചരിത്രകാരനുമായ അബുൾ ഫസൽ തന്റെ ഐൻ-ഇ അക്ബരി എന്ന ബൃഹത്തായ കൃതിയിൽ 14 സൂഫി സിൽസിലകളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഈ കൃതി അക്ബർ ഭരണകാലത്തെ സാമൂഹികവും സാമ്പത്തികവും ഭരണപരവുമായ വിവരങ്ങൾ നൽകുന്ന ഒരു പ്രധാന ചരിത്രരേഖയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില സൂഫി വിഭാഗങ്ങളുടെ സിൽസിലകൾ പേരുകൾ പറയുക. ചിഷ്തി, സുഹ്റവർദി, ഖാദിരി, ഷട്ടാരി, നക്ഷബന്ദി. ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പ്രധാന സൂഫി സിൽസിലകളിൽ ചിഷ്തി, സുഹ്റവർദി, ഖാദിരി, ഷട്ടാരി, നക്ഷബന്ദി എന്നിവ ഉൾപ്പെടുന്നു. ഈ ഓരോ സിൽസിലയ്ക്കും അതിന്റേതായ ആത്മീയ പാരമ്പര്യങ്ങളും ആചാരങ്ങളും ഉണ്ടായിരുന്നു. അവ ഇന്ത്യൻ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. സൂഫിസത്തിൽ ആത്മീയ പ്രബുദ്ധതയ്ക്കായി പ്രതിജ്ഞാബദ്ധനായ ഒരു പുതിയ ഭക്തനെ എന്താണ് വിളിക്കുന്നത്? അവരുടെ ആത്മീയ ഗുരുവിനെ എന്താണ് വിളിക്കുന്നത്? പുതിയ ഭക്തൻ, മുരീദ്, ഗുരു, മുർഷിദ്, പീർ അല്ലെങ്കിൽ ശൈഖ്. സൂഫിസത്തിൽ ആത്മീയപാതയിൽ പുതിയതായി വരുന്ന ഒരു ഭക്തനെ മുരീദ് എന്ന് വിളിക്കുന്നു. മുരീദിനെ നയിക്കുന്ന ആത്മീയ ഗുരുവിനെ മുർഷിദ്, പീർ അല്ലെങ്കിൽ ശൈഖ് എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. ഗുരു ശിഷ്യബന്ധം സൂഫിസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സൂഫികൾ താമസിച്ചിരുന്ന ആശ്രമങ്ങളെ എന്താണ് വിളിച്ചിരുന്നത്? ഖാൻഗാഹുകൾ, ഖാൻഖസ്. സൂഫികൾ താമസിക്കുകയും ആത്മീയ കാര്യങ്ങൾ പഠിപ്പിക്കുകയും അനുയായികളെ സ്വീകരിക്കുകയും ചെയ്തിരുന്ന ആശ്രമങ്ങളെ ഖാൻഗാഹുകൾ എന്ന് വിളിച്ചിരുന്നു. ഖാൻഗാഹുകൾ സൂഫിസത്തിന്റെ പ്രചാരണത്തിനും സാമൂഹിക പ്രവർത്തനങ്ങൾക്കും കേന്ദ്രങ്ങളായി വർത്തിച്ചു. നാച്ചുറലിസ് ഹിസ്റ്റോറിയ നാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഏത് നൂറ്റാണ്ടിലാണ്? പ്ലിനി, BC 1-ാം നൂറ്റാണ്ടിൽ. പ്ലിനി ദി എൽഡർ എന്ന റോമൻ എഴുത്തുകാരനാണ് നാച്ചുറലിസ് ഹിസ്റ്റോറിയ രചിച്ചത്. 1-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ വിജ്ഞാനകോശം പ്രകൃതിശാസ്ത്രത്തെക്കുറിച്ചുള്ള ആദ്യകാല പഠനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഭൂമിശാസ്ത്രം, സസ്യശാസ്ത്രം, ജന്തുശാസ്ത്രം, ധാതുക്കൾ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ഈ ഗ്രന്ഥം വിശദീകരിക്കുന്നു. പ്ലിനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി ഇന്ത്യയെക്കുറിച്ച് ഏതുതരം വിവരങ്ങളാണ് നൽകുന്നത്? ഇന്ത്യൻ മൃഗങ്ങൾ, മരങ്ങൾ, ധാതുക്കൾ, മറ്റു പ്രകൃതിപരമായ കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ. പ്ലിനി ദി എൽഡറിന്റെ നാച്ചുറലിസ് ഹിസ്റ്റോറിയ പുരാതന ഇന്ത്യയിലെ സസ്യജന്തുജാലങ്ങളെയും ധാതുസമ്പത്തിനെയും കുറിച്ച് പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. റോമൻ സാമ്രാജ്യവും ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യ, സാംസ്കാരിക ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാനും ഇത് സഹായകമാണ്. ഈ ഗ്രന്ഥം അന്നത്തെ യൂറോപ്പിന് ഇന്ത്യയെക്കുറിച്ചുള്ള അറിവുകൾ പകർന്നു നൽകി. പ്ലിനി ദി എൽഡർ ഇന്ത്യയെ സാമ്പത്തികമായി വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ലോകത്തിന്റെ സ്വർണത്തിന്റെ അഴുക്കുചാൽ, ദ സിങ്ക് ഓഫ് ദ വേൾഡ് ആസ് ഗോൾഡ് എന്ന്. പ്ലിനി ദി എൽഡർ ഇന്ത്യയെ ലോകത്തിന്റെ സ്വർണത്തിന്റെ അഴുക്കുചാൽ എന്ന് വിശേഷിപ്പിച്ചത് റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് വൻതോതിൽ സ്വർണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനായി ഇന്ത്യയിലേക്ക് ഒഴുകിപ്പോയതിനാലാണ്. ഇത് റോമൻ സാമ്രാജ്യത്തിന്റെ വ്യാപാരക്കമ്മിയിലേക്കും ഇന്ത്യയുടെ സാമ്പത്തിക മേൽക്കോയ്മയിലേക്കും വിരൽ ചൂണ്ടുന്നു. പുരാതന ലോകത്തിലെ ഇന്ത്യയുടെ സമ്പന്നമായ വ്യാപാരബന്ധങ്ങൾക്ക് ഇത് ഒരു തെളിവാണ്. ക്രിസ്ത്യൻ ടോപ്പോഗ്രഫി എന്ന കൃതി രചിച്ചത് ആരാണ്? കോസ്മാസ് ഇൻഡിഗോപ്ലൂസ്റ്റസ്. 6-ാം നൂറ്റാണ്ടിലെ ഗ്രീക്ക് വ്യാപാരിയും സന്യാസിയുമായിരുന്നു കോസ്മാസ് ഇൻഡിഗോപ്ലൂസ്റ്റസ്.
ക്രിസ്ത്യൻ ടോപ്പോഗ്രഫി എന്ന തന്റെ ഗ്രന്ഥത്തിൽ ഇദ്ദേഹം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാരത്തെക്കുറിച്ചും കിഴക്കൻ രാജ്യങ്ങളെക്കുറിച്ചും വിവരിക്കുന്നു. ഇന്ത്യ, ശ്രീലങ്ക എന്നിവിടങ്ങളിലെ ക്രിസ്ത്യൻ സമൂഹങ്ങളെക്കുറിച്ചും ഈ കൃതിയിൽ പരാമർശങ്ങളുണ്ട്. പുരാതന ഗ്രന്ഥമായ പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ യുടെ രചയിതാവിനെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമാണോ? ഇല്ല, രചയിതാവിനെക്കുറിച്ച് വിവരങ്ങളൊന്നും ലഭ്യമല്ല. പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ ഒരു പുരാതന ഗ്രീക്ക് യാത്രാവിവരണമാണ്. ഇതിന്റെ രചയിതാവ് അജ്ഞാതനാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാരമാർഗങ്ങളെയും തുറമുഖങ്ങളെയും ഉൽപ്പന്നങ്ങളെയും കുറിച്ച് 1-ാം നൂറ്റാണ്ടിലെ വിവരങ്ങൾ ഈ കൃതി നൽകുന്നു. പുരാതന ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു പ്രധാന സ്രോതസ്സാണിത്. പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ യുടെ അജ്ഞാതനായ രചയിതാവ് ഇന്ത്യൻ മഹാസമുദ്രം സന്ദർശിച്ചത് ഏത് നൂറ്റാണ്ടിലാകാനാണ് സാധ്യത? അവർ എന്തു വിവരങ്ങളാണ് നൽകിയത്? BC 1-ാം നൂറ്റാണ്ടിൽ ആ കാലഘട്ടത്തിലെ ഇന്ത്യൻ തുറമുഖങ്ങളെയും വ്യാപാര ഉൽപ്പന്നങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകി. പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ യുടെ അജ്ഞാതനായ രചയിതാവ് 1-ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ മഹാസമുദ്രം സന്ദർശിച്ചിരിക്കാം. ഈ ഗ്രന്ഥം പുരാതന ഇന്ത്യയുടെ തുറമുഖങ്ങൾ, വ്യാപാര ചരക്കുകൾ, വ്യാപാര ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. റോമാ സാമ്രാജ്യവും ഇന്ത്യയും തമ്മിലുള്ള സമുദ്രവ്യാപാരത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു സുപ്രധാന ചരിത്രരേഖയാണിത്. 5-ാം നൂറ്റാണ്ടിൽ ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി ആര്? അദ്ദേഹത്തിന്റെ കൃതികളിൽ എന്താണ് വിവരിച്ചിരിക്കുന്നത്? ഫാഹിയാൻ. അദ്ദേഹം അക്കാലത്തെ സാമൂഹിക, സാമ്പത്തിക, മതപരമായ അവസ്ഥകളെക്കുറിച്ച് വിവരിച്ചു. ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച പ്രശസ്ത ചൈനീസ് സഞ്ചാരിയാണ് ഫാഹിയാൻ. ഫാസിയൻ എന്നും അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ യാത്രാവിവരണങ്ങൾ അന്നത്തെ ഗുപ്തസാമ്രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിതരീതികളെയും മതപരമായ ആചാരങ്ങളെയും കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. ബുദ്ധമത പഠനത്തിനായാണ് അദ്ദേഹം ഇന്ത്യയിലെത്തിയത്. 7-ാം നൂറ്റാണ്ടിൽ ഹർഷവർദ്ധനൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി ആര്? ഹുയാൻസാങ് ഷാൻസാങ്. AD 7-ാം നൂറ്റാണ്ടിൽ ഹർഷവർദ്ധനൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച പ്രശസ്ത ചൈനീസ് ബുദ്ധസന്യാസിയും സഞ്ചാരിയുമാണ് ഹുയാൻസാങ്. നളന്ദ സർവകലാശാലയിൽ അദ്ദേഹം പഠനം നടത്തുകയും ഇന്ത്യൻ സംസ്കാരത്തെയും ബുദ്ധമതത്തെയും കുറിച്ച് വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കൃതികൾ അക്കാലത്തെ ഇന്ത്യയെക്കുറിച്ചുള്ള പ്രധാന വിവര സ്രോതസ്സാണ്. ഹുയാൻസാങ് എത്ര വർഷം ഇന്ത്യയിൽ താമസിച്ചു? നളന്ദ സർവകലാശാലയിൽ എത്ര കാലം പഠിച്ചു? അദ്ദേഹം 16 വർഷം ഇന്ത്യയിൽ താമസിക്കുകയും നളന്ദ സർവകലാശാലയിൽ 6 വർഷം പഠിക്കുകയും ചെയ്തു. ഹുയാൻസാങ് ഇന്ത്യയിൽ 16 വർഷത്തോളം ചെലവഴിച്ചു. അതിൽ 6 വർഷം ലോകപ്രശസ്തമായ നളന്ദ സർവകലാശാലയിൽ ബുദ്ധമതം പഠിച്ചു. അദ്ദേഹത്തിന്റെ ഈ നീണ്ടകാലത്തെ താമസം ഇന്ത്യൻ സംസ്കാരത്തെയും ബുദ്ധമത തത്വങ്ങളെയും കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. ഇത് അദ്ദേഹത്തിന്റെ യാത്രാവിവരണങ്ങളിൽ പ്രതിഫലിച്ചു. ഹുയാൻസാങ്ങിന്റെ ഇന്ത്യാ സന്ദർശനത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? പാശ്ചാത്യ രാജ്യങ്ങളുടെ രേഖകൾ. ഹുയാൻസാങ്ങിന്റെ ഇന്ത്യാ സന്ദർശനത്തെയും അദ്ദേഹത്തിന്റെ യാത്രാ അനുഭവങ്ങളെയും കുറിച്ചുള്ള വിശദമായ വിവരണങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ രേഖകൾ എന്ന് അർത്ഥം വരുന്ന ഈ കൃതി 7-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, മതപരമായ അവസ്ഥകളെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. ഹുയാൻസാങ് ഷാൻസാങ് ഏതു വിശേഷണ പദവികളിലാണ് അറിയപ്പെടുന്നത്? തീർത്ഥാടകരുടെ രാജകുമാരൻ അഥവാ സഞ്ചാരികളുടെ രാജകുമാരൻ. ഹുയാൻസാങ് അദ്ദേഹത്തിന്റെ ദീർഘവും സാഹസികവുമായ യാത്രകളെയും ബുദ്ധമത പഠനത്തോടുള്ള അർപ്പണബോധത്തെയും മാനിച്ച് തീർത്ഥാടകരുടെ രാജകുമാരൻ അല്ലെങ്കിൽ സഞ്ചാരികളുടെ രാജകുമാരൻ എന്ന വിശേഷണ പദവികളിൽ അറിയപ്പെടുന്നു. ബുദ്ധമത ഗ്രന്ഥങ്ങൾ ശേഖരിക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടി അദ്ദേഹം നടത്തിയ യാത്രകൾ ചരിത്രപരമായി വളരെ പ്രധാനമാണ്. ചൈനീസ് സഞ്ചാരി സിംഗ് എപ്പോഴാണ് ഇന്ത്യയിലെത്തിയത്? 7-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ. 7-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ഇന്ത്യ സന്ദർശിച്ച മറ്റൊരു പ്രധാന ചൈനീസ് ബുദ്ധമത സഞ്ചാരിയാണ് സിംഗ്. ഇദ്ദേഹം നളന്ദ, വിക്രംശില സർവകലാശാലകളിൽ പഠനം നടത്തുകയും അക്കാലത്തെ ഇന്ത്യൻ ജീവിതരീതികളെയും ബുദ്ധമത സമ്പ്രദായങ്ങളെയും കുറിച്ച് വിശദമായ രേഖകൾ എഴുതുകയും ചെയ്തു. ഇന്ത്യൻ ജീവിതത്തിലെയും സ്ഥാപനങ്ങളിലെയും ഏതൊക്കെ വശങ്ങളെക്കുറിച്ചാണ് സിംഗ് തന്റെ വിവരണങ്ങളിൽ എഴുതിയത്? വിക്രംശില, നളന്ദ സർവകലാശാലകൾ, ഇന്ത്യക്കാരുടെ വസ്ത്രധാരണം, അവരുടെ ഭക്ഷണരീതികൾ എന്നിവയെക്കുറിച്ച്.
ഈത് സിംഗ് തന്റെ യാത്രാവിവരണങ്ങളിൽ അന്നത്തെ പ്രശസ്തമായ വിക്രംശില, നളന്ദ സർവകലാശാലകളെക്കുറിച്ചും അവിടെ നടന്ന പഠനങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. കൂടാതെ ഇന്ത്യക്കാരുടെ വസ്ത്രധാരണ രീതികളെക്കുറിച്ചും ഭക്ഷണശീലങ്ങളെക്കുറിച്ചും അദ്ദേഹം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് അക്കാലത്തെ സാമൂഹിക ജീവിതത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ആഗ്ര കോട്ടയ്ക്കുള്ളിലെ ശീശമഹൽ മിറർ പാലസ് നിർമ്മിച്ചത് ആരാണ്? ചക്രവർത്തി ഷാജഹാൻ. മുഗൾ ചക്രവർത്തി ഷാജഹാൻ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നിർമ്മിച്ച മനോഹരമായ ഒരു കൊട്ടാരമാണ് ശീശമഹൽ. ആഗ്ര കോട്ടയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടം ആയിരക്കണക്കിന് ചെറിയ കണ്ണാടി കഷണങ്ങൾ പതിപ്പിച്ച് രൂപകൽപ്പന ചെയ്തതാണ്. മുഗൾ വാസ്തുവിദ്യയുടെയും കലാമികവിന്റെയും ഒരു മികച്ച ഉദാഹരണമാണിത്. സമുദ്രഭൂവൽക്കത്തിന്റെ സാധാരണ കനം എത്രയാണ്? ഇതിന്റെ പ്രധാന പാറഘടകങ്ങൾ ഏവയാണ്? സമുദ്രഭൂവൽക്കത്തിന്റെ കനം സാധാരണയായി 5 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെയാണ്. ഇത് പ്രധാനമായും ബസാൾട്ട്, ഡയബേസ്, ഗാബ്രോ എന്നിവയാൽ നിർമ്മിതമാണ്. സമുദ്രഭൂവൽക്കം ഭൂമിയുടെ ഭൗമോപരിതലത്തിലെ താരതമ്യേന കനം കുറഞ്ഞതും സാന്ദ്രത കൂടിയതുമായ പാളിയാണ്. ഇത് ബസാൾട്ട്, ഡയബേസ്, ഗാബ്രോ തുടങ്ങിയ മാഫിക് പാറകളാൽ നിർമ്മിതമാണ്. വൻകര ഭൂവൽക്കത്തേക്കാൾ സാന്ദ്രത കൂടിയ ഈ പാളി സിയാൽ, സീമ എന്നും അറിയപ്പെടുന്നു. സമുദ്രഭൂവൽക്കത്തിന്റെ ഏകദേശ സാന്ദ്രത എത്രയാണ്? സമുദ്രഭൂവൽക്കത്തിന്റെ ഏകദേശ സാന്ദ്രത 3.0 ആണ്. സമുദ്രഭൂവൽക്കം പ്രധാനമായും ബസാൾട്ട്, ഗാബ്രോ തുടങ്ങിയ മാഫിക് പാറകളാൽ നിർമ്മിതമായതിനാൽ ഇതിന് താരതമ്യേന ഉയർന്ന സാന്ദ്രതയുണ്ട്. ഏകദേശം 3.0 ഈ ഉയർന്ന സാന്ദ്രതയാണ് ഇത് വൻകര ഭൂവൽക്കത്തേക്കാൾ താഴ്ന്നു സ്ഥിതി ചെയ്യുന്നതിനും ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനങ്ങളിലും സബ്ഡക്ഷൻ സോണുകളിലും പ്രധാന പങ്കുവഹിക്കുന്നതിനും കാരണം. ഭൂമിയുടെ പുറംതോടിൽ ശതമാനക്കണക്കിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മൂലകങ്ങൾ ഏവ? അവയുടെ ക്രമം എങ്ങനെ? ഭൂമിയുടെ പുറംതോടിൽ ഏറ്റവും കൂടുതലുള്ള മൂലകങ്ങൾ ഓക്സിജൻ 46.6%, തുടർന്ന് സിലിക്കൺ 27.7%, അലുമിനിയം 8.1% എന്നിവയാണ്. ഭൂമിയുടെ പുറന്തോടായ ഭൗമോപരിതലം ക്രസ്റ്റ് പ്രധാനമായും ഓക്സിജൻ, സിലിക്കൺ, അലുമിനിയം എന്നീ മൂലകങ്ങളാൽ നിർമ്മിതമാണ്. ഈ ക്രമം പരീക്ഷകളിൽ പതിവായി ചോദിക്കുന്ന ഒരു അടിസ്ഥാന ഭൂമിശാസ്ത്ര വസ്തുതയാണ്. ശതമാനക്കണക്കിൽ ഓക്സിജനാണ് ഏറ്റവും മുന്നിൽ. ഭൂമിയുടെ പുറംതോടിനെ ഏത് ഭൗമശാസ്ത്രപരമായ പേരിലാണ് അറിയപ്പെടുന്നത്? അത് ഏത് മൂലകങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഭൂമിയുടെ പുറംതോടിനെ സിയാൽ, സിയൽ എന്നും അറിയപ്പെടുന്നു. ഇത് സിലിക്കൺ, സിലിക്കോൺ, അലുമിനിയം, അലൂമിനം എന്നീ മൂലകങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഭൂമിയുടെ പുറംതോടിനെക്കുറിച്ചുള്ള പഠനങ്ങളിൽ സിയാൽ എന്നത് ഒരു പ്രധാന പദമാണ്. സിലിക്കണിലെ സി യും അലുമിനിയത്തിലെ ആൽ ചേർന്നാണ് ഈ പേര് രൂപപ്പെട്ടത്. ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ ഇത് പ്രധാനമാണ്. ഭൂമിയുടെ പുറംതോടിനെയും മാന്റിലിനെയും വേർതിരിക്കുന്ന അതിർവരമ്പിന്റെ പേരെന്താണ്? ഭൂമിയുടെ പുറംതോടിനെയും മാന്റിലിനെയും വേർതിരിക്കുന്ന അതിർവരമ്പ് മോഹോറോവിച്ചിക് ഡിസ്കണ്ടിന്യൂവിറ്റി അഥവാ മോഹോ എന്നറിയപ്പെടുന്നു. ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു അതിർവരമ്പാണ് മോഹോ ഡിസ്കണ്ടിന്യൂവിറ്റി. ഇത് ഭൂകമ്പ തരംഗങ്ങളുടെ വേഗതയിലെ മാറ്റങ്ങൾ നിരീക്ഷിച്ച് ക്രൊയേഷ്യൻ ശാസ്ത്രജ്ഞനായ ആൻഡ്രിജ മോഹോറോവിച്ചിക് കണ്ടെത്തിയതാണ്. ഈ പേര് പരീക്ഷകളിൽ സാധാരണയായി ചോദിക്കാറുണ്ട്. ഭൂമിയുടെ വിവിധ പാളികളിൽ മാന്റിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതിന്റെ ഏകദേശ കനം എത്രയാണ്? മാന്റിൽ ഭൂമിയുടെ പുറംതോടിനും ക്രസ്റ്റ്, ബാഹ്യകാമ്പിനും ഔട്ടർ കോർ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2885 മീറ്ററാണ് ഇതിന്റെ കനം. ഭൂമിയുടെ ആന്തരിക ഘടനയിലെ ഒരു പ്രധാന പാളിയാണ് മാന്റിൽ. ഇത് പുറംതോടിനും കാമ്പിനും ഇടയിലുള്ള ഭാഗമാണ്. ഭൂമിയുടെ ഏറ്റവും വലിയ പാളികളിൽ ഒന്നാണിത്. ഇതിന്റെ സ്ഥാനം, കനം എന്നിവ ഭൂമിശാസ്ത്ര പഠനങ്ങളിൽ അടിസ്ഥാനപരമായ വിവരങ്ങളാണ്. ഭൂമിയുടെ മൊത്തം വ്യാപ്തത്തിന്റെയും ഭാരത്തിന്റെയും എത്ര ശതമാനം മാന്റിൽ ഉൾക്കൊള്ളുന്നു? ഭൂമിയുടെ മൊത്തം വ്യാപ്തത്തിന്റെ ഏകദേശം 83%, മൊത്തം ഭാരത്തിന്റെ ഏകദേശം 65% മാന്റിൽ ഉൾക്കൊള്ളുന്നു. ഭൂമിയുടെ ആന്തരിക പാളികളിൽ ഏറ്റവും വലുത് മാന്റിലാണ്. വ്യാപ്തത്തിലും ഭാരത്തിലും മാന്റിലിന്റെ ഈ വലിയ പങ്ക് ഭൂമിയുടെ ഘടനയിലും ചലനങ്ങളിലും അതിനെ ഒരു നിർണായക ഘടകമാക്കുന്നു. ഈ ശതമാനക്കണക്കുകൾ പരീക്ഷകളിൽ പ്രധാനപ്പെട്ടതാണ്.
ഭൂമിയുടെ മാന്റിലിന്റെ ഏകദേശ സാന്ദ്രത എത്രയാണ്? ഭൂമിയുടെ മാന്റിലിന്റെ ഏകദേശ സാന്ദ്രത 34 ആണ്. മാന്റിലിന്റെ സാന്ദ്രത പുറംതോടിനേക്കാൾ കൂടുതലും കാമ്പിനേക്കാൾ കുറവുമാണ്. ഈ സാന്ദ്രത ഭൂമിയുടെ ആന്തരിക താപത്തെയും സംവഹന പ്രവാഹങ്ങളെയും നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് ഭൂമിശാസ്ത്രപരമായ പ്രക്രിയകളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ഒരു പ്രധാന സൂചകമാണ്. ഭൂമിയുടെ മാന്റിലിന്റെ മുകളിലെ പാളി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഭൂമിയുടെ മാന്റിലിന്റെ മുകളിലെ പാളി അസ്തെനോസ്ഫിയർ എന്നറിയപ്പെടുന്നു. അസ്തെനോസ്ഫിയർ താരതമ്യേന മൃദുലമായതും ഭാഗികമായി ഉരുകിയതുമായ ഒരു പാളിയാണ്. ഈ പാളിക്ക് മുകളിലാണ് ലിത്തോസ്ഫെറിക് പ്ലേറ്റുകൾ ചലിക്കുന്നത്. ഇത് ടെക്ടോണിക് പ്ലേറ്റ് ചലനങ്ങളുടെ ഒരു പ്രധാന സ്രോതസ്സാണ്. ഭൂകമ്പ പഠനങ്ങളിലും ഇത് പ്രാധാന്യമർഹിക്കുന്നു. ഭൂമിയുടെ പുറംതോടിനെയും മാന്റിലിന്റെ മുകളിലെ ഭാഗത്തെയും ചേർത്ത് പൊതുവായി എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ഭൂമിയുടെ പുറംതോടിനെയും മാന്റിലിന്റെ മുകളിലെ ഭാഗത്തെയും ചേർത്ത് ലിത്തോസ്ഫിയർ എന്നറിയപ്പെടുന്നു. ലിത്തോസ്ഫിയർ ഭൂമിയുടെ ഏറ്റവും മുകളിലുള്ള ഖരാവസ്ഥയിലുള്ള പാളിയാണ്. ഈ പാളിയാണ് ടെക്ടോണിക് പ്ലേറ്റുകളായി വിഭജിക്കപ്പെട്ട് ചലിക്കുന്നത്. ഇത് ഭൂകമ്പങ്ങൾക്കും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്കും കാരണമാകുന്നു. ഭൂമിശാസ്ത്രത്തിലെ അടിസ്ഥാനപരമായ ഒരു പദമാണിത്. ഭൂമിയുടെ കാമ്പ് പ്രധാനമായും ഏതൊക്കെ മൂലകങ്ങളാൽ നിർമ്മിതമാണ്? അതിനെ മറ്റ് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഭൂമിയുടെ കാമ്പ് പ്രധാനമായും ഇരുമ്പ്, അയൺ, നിക്കൽ എന്നിവയാൽ നിർമ്മിതമാണ്. ഇതിനെ നൈഫ്, നിക്കൽ, ഫെറസ് എന്നും അറിയപ്പെടുന്നു. ഭൂമിയുടെ കാമ്പ് ഇരുമ്പും നിക്കലും കൊണ്ട് സമ്പന്നമാണ്. ഇത് ഭൂമിയുടെ കാന്തികക്ഷേത്രത്തിന് കാരണമാകുന്നു. നിഫെ എന്ന പേര് നിക്കലിന്റെ യും ഇരുമ്പിന്റെ ലാറ്റിൻ പേരായ ഫെറസിന്റെ യും ചേർന്നതാണ്. ഇത് പരീക്ഷകളിൽ സാധാരണയായി ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ്. ഭൂമിയുടെ മൊത്തം വ്യാപ്തത്തിന്റെയും ഭാരത്തിന്റെയും എത്ര ശതമാനം കാമ്പ് ഉൾക്കൊള്ളുന്നു? ഭൂമിയുടെ കാമ്പ് മൊത്തം വ്യാപ്തത്തിന്റെ ഏകദേശം 16% മൊത്തം ഭാരത്തിന്റെ 30% ഉൾക്കൊള്ളുന്നു. ഭൂമിയുടെ ഏറ്റവും ഉൾഭാഗത്തുള്ള പാളിയാണ് കാമ്പ്. വ്യാപ്തത്തിൽ മാന്റിലിനേക്കാൾ കുറവാണെങ്കിലും ഇരുമ്പിന്റെയും നിക്കലിന്റെയും സാന്നിധ്യം കാരണം ഇതിന് ഉയർന്ന സാന്ദ്രതയും ഭാരവുമുണ്ട്. ഈ കണക്കുകൾ ഭൂമിയുടെ ആന്തരിക ഘടനയെ മനസ്സിലാക്കുന്നതിൽ നിർണായകമാണ്. ഭൂമിയുടെ കാമ്പിന്റെ ഏകദേശ കനം എത്രയാണ്? ഭൂമിയുടെ കാമ്പിന്റെ ഏകദേശ കനം 3400 കിലോമീറ്റർ ആണ്. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള കാമ്പിന് ഏകദേശം 3400 കിലോമീറ്റർ കനമുണ്ട്. ഇത് പ്രധാനമായും ഇരുമ്പ്, നിക്കൽ എന്നിവയാൽ നിർമ്മിതമാണ്. ഭൂമിയുടെ കാമ്പ് അതിന്റെ താപനിലയിലും ഘടനയിലും വ്യത്യാസപ്പെടുന്നു. ഇത് ഗ്രഹത്തിന്റെ ഭൗമകാന്തികക്ഷേത്രത്തിന് കാരണമാകുന്നു. ഭൂമിയുടെ കാമ്പ് ഏത് 2 അവസ്ഥകളായി തരംതിരിച്ചിരിക്കുന്നു? ഓരോന്നിന്റെയും ഭൗതികാവസ്ഥ എന്താണ്? ഭൂമിയുടെ കാമ്പ് ബാഹ്യകാമ്പ്, ഉരുകിയ അവസ്ഥ, ആന്തരിക കാമ്പ്, ഖര അവസ്ഥ എന്നിങ്ങനെ 2 അവസ്ഥകളായി തരംതിരിച്ചിരിക്കുന്നു. ഭൂമിയുടെ കാമ്പിന് 2 പ്രധാന ഭാഗങ്ങളുണ്ട്: ദ്രാവകാവസ്ഥയിലുള്ള ബാഹ്യകാമ്പും ഖരാവസ്ഥയിലുള്ള ആന്തരിക കാമ്പും. ബാഹ്യകാമ്പിലെ ദ്രാവക ലോഹത്തിന്റെ ചലനം ഭൂമിയുടെ കാന്തികക്ഷേത്രത്തിന് കാരണമാകുന്നു. ഭൂമിയുടെ ആന്തരിക കാമ്പിന്റെ ഏകദേശ സാന്ദ്രത എത്രയാണ്? ഭൂമിയുടെ ആന്തരിക കാമ്പിന്റെ ഏകദേശ സാന്ദ്രത 13 ആണ്. ഭൂമിയുടെ ആന്തരിക കാമ്പിന് ഏകദേശം 13 സാന്ദ്രതയുണ്ട്. ഇത് പ്രധാനമായും ഇരുമ്പും നിക്കലും അടങ്ങിയ ഒരു കരഗോളമാണ്. ഗ്രഹത്തിലെ ഏറ്റവും ചൂടേറിയതും സാന്ദ്രത കൂടിയതുമായ ഭാഗങ്ങളിലൊന്നാണിത്. ചക്രവർത്തി ഷാജഹാൻ അഹമ്മദ്നഗർ രാജ്യം കീഴടക്കി മുഗൾ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത് എപ്പോഴാണ്? AD 1636. AD 1636 ചക്രവർത്തി ഷാജഹാൻ ഡെക്കാൻ സുൽത്താനേറ്റുകളിലൊന്നായ അഹമ്മദ്നഗറിനെ മുഗൾ സാമ്രാജ്യത്തോട് പൂർണ്ണമായി കൂട്ടിച്ചേർത്തു. ഇത് മുഗൾ സാമ്രാജ്യത്തിന്റെ തെക്കോട്ടുള്ള വികാസത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. ഈ വിജയം ഷാജഹാന്റെ ഭരണത്തിലെ സൈനിക ശക്തിയും തന്ത്രപരമായ പ്രാധാന്യവും എടുത്തു കാണിക്കുന്നു. സെനോസോയിക് കാലഘട്ടത്തിലെ ഏത് യുഗത്തിലാണ് ശ്രദ്ധേയമായ വംശനാശ സംഭവം നടന്നത്?
ഇയോസീൻ യുഗത്തിലാണ് 57.8 ദശലക്ഷം വർഷം മുൻപ് ശ്രദ്ധേയമായ ഒരു വംശനാശ സംഭവം നടന്നത്. ഇത് ചിലപ്പോൾ ഗ്രാൻഡെ കൂപ്പർ, ഗ്രാൻഡെ കൂപ്പിയോ എന്നറിയപ്പെടുന്നു. ഏകദേശം 56 ദശലക്ഷം വർഷം മുൻപ് മുതൽ 33.9 ദശലക്ഷം വർഷം മുൻപ് വരെ നീണ്ടുനിന്ന ഇയോസീൻ യുഗത്തിൽ യൂറോപ്പിൽ സസ്തനികളുടെ ഒരു വലിയ വംശനാശം സംഭവിച്ചു. ഇത് ഗ്രാൻഡെ കൂപ്പർ എന്നറിയപ്പെടുന്നു. അവസാനത്തെ ഹിമയുഗത്തിന്റെ അന്ത്യവും മനുഷ്യന്റെ ആധിപത്യവും അടയാളപ്പെടുത്തുന്ന യുഗം ഏതാണ്? ഹോളോസീൻ യുഗം 0.01 ദശലക്ഷം വർഷം മുൻപ് മുതൽ വർത്തമാനം വരെ അവസാനത്തെ ഹിമയുഗത്തിന്റെ അന്ത്യവും മനുഷ്യന്റെ ആധിപത്യവും അടയാളപ്പെടുത്തുന്നു. ഏകദേശം 11,700 വർഷം മുൻപ് ആരംഭിച്ച ഹോളോസീൻ യുഗം അവസാന ഹിമയുഗത്തിന്റെ അവസാനത്തെയും മനുഷ്യരാശിയുടെ വളർച്ചയെയും സൂചിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിലാണ് കൃഷിയും നാഗരികതകളും വികസിച്ചത്. ഏത് യുഗത്തിലാണ് പുൽമേടുകളുടെ വലിയ വ്യാപനം കണ്ടത്? മയോസീൻ യുഗത്തിലാണ് 23.7 ദശലക്ഷം വർഷം മുൻപ് പുൽമേടുകളുടെ വലിയ വ്യാപനം കണ്ടത്. ഏകദേശം 23 ദശലക്ഷം വർഷം മുൻപ് മുതൽ 5.3 ദശലക്ഷം വർഷം മുൻപ് വരെ നീണ്ടുനിന്ന മയോസീൻ യുഗത്തിൽ ആഗോള താപനില കുറയുകയും പുൽമേടുകൾ ലോകമെമ്പാടും വ്യാപിക്കുകയും ചെയ്തു. ഇത് സസ്തനികളുടെ പരിണാമത്തിലും വൈവിധ്യത്തിലും വലിയ സ്വാധീനം ചെലുത്തി. സസ്തനികളുടെ ആധിപത്യത്തിന് പേരുകേട്ട യുഗം ഏതാണ്? ഒളിഗോസീൻ യുഗമാണ്. 36.6 ദശലക്ഷം വർഷം മുൻപ് സസ്തനികളുടെ ആധിപത്യത്തിന് പേരുകേട്ട യുഗം. ഏകദേശം 33.9 ദശലക്ഷം വർഷം മുൻപ് മുതൽ 23 ദശലക്ഷം വർഷം മുൻപ് വരെ നീണ്ടുനിന്ന ഒളിഗോസീൻ യുഗത്തിൽ സസ്തനികൾ വൈവിധ്യവൽക്കരിക്കപ്പെടുകയും പല ആവാസവ്യവസ്ഥകളിലും ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ സമുദ്രനിരപ്പ് കുറയുകയും കാലാവസ്ഥ തണുക്കുകയും ചെയ്തു. ദിനോസർ വംശനാശത്തിനുശേഷം ആദ്യത്തെ വലിയ സസ്തനികളെ എപ്പോഴാണ് കണ്ടത്? ദിനോസർ വംശനാശത്തിനുശേഷം ആദ്യത്തെ വലിയ സസ്തനികളെ പാലിയോസീൻ യുഗത്തിലാണ് 65.5 ദശലക്ഷം വർഷം മുൻപ് കണ്ടത്. ഏകദേശം 66 ദശലക്ഷം വർഷം മുൻപ് മുതൽ 56 ദശലക്ഷം വർഷം മുൻപ് വരെ നീണ്ടുനിന്ന പാലിയോസീൻ യുഗം ക്രെറ്റേഷ്യസ് പാലിയോജീൻ വംശനാശത്തിനുശേഷം സസ്തനികൾക്ക് വൈവിധ്യവൽക്കരിക്കാനുള്ള അവസരം നൽകി. ഈ കാലഘട്ടത്തിൽ ഭൂമി ചൂടേറിയതായിരുന്നു. ഹിമയുഗത്തിന്റെ ആരംഭവുമായും ആദ്യകാല മനുഷ്യരുടെ ആവിർഭാവവുമായും ബന്ധപ്പെട്ട യുഗം ഏതാണ്? പ്ലീസ്റ്റോസീൻ യുഗം 1.6 ദശലക്ഷം വർഷം മുൻപ് ഹിമയുഗത്തിന്റെ ആരംഭവുമായും ആദ്യകാല മനുഷ്യരുടെ ആവിർഭാവവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഏകദേശം 2.6 ദശലക്ഷം വർഷം മുൻപ് മുതൽ 11,700 വർഷം മുൻപ് വരെ നീണ്ടുനിന്ന പ്ലീസ്റ്റോസീൻ യുഗം മഹത്തായ ഹിമയുഗം എന്നറിയപ്പെടുന്നു. ഈ കാലഘട്ടത്തിലാണ് മമ്മത്തുകൾ പോലുള്ള വലിയ സസ്തനികളും ആധുനിക മനുഷ്യരുടെ പൂർവികരും പ്രത്യക്ഷപ്പെട്ടത്. മനുഷ്യ പൂർവികരുടെ ഏറ്റവും ആദ്യത്തെ അടയാളങ്ങൾ ഏത് യുഗത്തിലാണ് കാണപ്പെടുന്നത്? മനുഷ്യ പൂർവികരുടെ ഏറ്റവും ആദ്യത്തെ അടയാളങ്ങൾ പ്ലയോസീൻ യുഗത്തിലാണ് 5.3 ദശലക്ഷം വർഷം മുൻപ് കാണപ്പെടുന്നത്. 5.3 ദശലക്ഷം വർഷം മുൻപ് മുതൽ 2.6 ദശലക്ഷം വർഷം മുൻപ് വരെ നീണ്ടുനിന്ന പ്ലയോസീൻ യുഗം ആഫ്രിക്കയിൽ ഹോമിനിഡുകളുടെ മനുഷ്യ പൂർവികർ ഉത്ഭവത്തിന് സാക്ഷ്യം വഹിച്ചു. ഈ കാലഘട്ടത്തിൽ ഭൂമി തണുക്കുകയും വരണ്ടതാകുകയും ചെയ്തു. മെസോസോയിക് യുഗത്തിലെ ഏത് കാലഘട്ടമാണ് പറക്കാത്ത ദിനോസറുകളുടെ വംശനാശത്തിന് കാരണമായ കൂട്ടവംശനാശത്തിനും പുഷ്പിക്കുന്ന സസ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടതിനും പേരുകേട്ടത്? ക്രിട്ടേഷ്യസ് കാലഘട്ടം 144 മയ 65.5 മയ ഏകദേശം 65.5 മയയിൽ നടന്ന ദിനോസറുകളുടെ കൂട്ടവംശനാശത്തിനും പുഷ്പിക്കുന്ന സസ്യങ്ങളുടെ വ്യാപകമായ രൂപീകരണത്തിനും വൈവിധ്യവൽക്കരണത്തിനും പേരുകേട്ടതാണ്. ക്രിട്ടേഷ്യസ് കാലഘട്ടം മെസോസോയിക് യുഗത്തിലെ അവസാന ഘട്ടമാണ്. ഇത് വലിയ തോതിലുള്ള കൂട്ടവംശനാശത്തിന് സാക്ഷ്യം വഹിച്ചു. ഈ സംഭവം ക്രിട്ടേഷ്യസ് പാലിയോജീൻ KPG വംശനാശമെന്നറിയപ്പെടുന്നു. കൂടാതെ ദിനോസറുകളുടെ അന്ത്യത്തിനും സസ്യജന്തുജാലങ്ങളിലെ വലിയ മാറ്റങ്ങൾക്കും ഇത് വഴിയൊരുക്കി. ഈ കാലഘട്ടത്തിലാണ് പുഷ്പിക്കുന്ന സസ്യങ്ങൾ ആൻജിയോസ്പേംസ് വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയത്. മെസോസോയിക് യുഗത്തിലെ ഏത് കാലഘട്ടത്തിലാണ് ആദ്യത്തെ പക്ഷികൾ പ്രത്യക്ഷപ്പെട്ടത്? ആദ്യത്തെ പക്ഷികൾ ജുറാസിക് കാലഘട്ടത്തിൽ 208 മയ പ്രത്യക്ഷപ്പെട്ടു. മെസോസോയിക് യുഗത്തിലെ മധ്യകാലഘട്ടമാണ് ജുറാസിക് കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് ആർക്കിയോപ്റ്റെറിക്സ് പോലുള്ള ആദ്യകാല പക്ഷികൾ പരിണമിച്ചതായി കരുതപ്പെടുന്നത്.
ദിനോസറുകൾ ഭൂമിയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഒരു സമയമായിരുന്നു ഇത്. മെസോസോയിക് യുഗത്തിലെ ഏത് കാലഘട്ടമാണ് ആദ്യത്തെ ദിനോസറുകളുടെ ആവിർഭാവത്തിനും ഉരഗങ്ങളുടെ ആധിപത്യത്തിനും വഴിയൊരുക്കിയത്? ട്രയാസിക് കാലഘട്ടം 245 മായ ആദ്യത്തെ ദിനോസറുകളുടെ ആവിർഭാവത്തിനും ഉരഗങ്ങളുടെ പൊതുവായ ആധിപത്യത്തിനും വഴിയൊരുക്കി. മെസോസോയിക് യുഗത്തിലെ ആദ്യ കാലഘട്ടമാണ് ട്രയാസിക്. ഈ കാലഘട്ടത്തിലാണ് ആദ്യകാല ദിനോസറുകൾ പ്രത്യക്ഷപ്പെടുകയും ഭൂമിയിൽ ഉരഗങ്ങൾ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തത്. ട്രയാസിക് കാലഘട്ടം മധ്യവും വൈകി ട്രയാസിക് കാലഘട്ടങ്ങളിൽ വലിയ തോതിലുള്ള വംശനാശങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു. ഐതിഹാസികമായ കോഹിനൂർ രത്നം ചക്രവർത്തി ഷാജഹാന് സമ്മാനിച്ചത് ആരാണ്? മുഹമ്മദ് സയ്യിദ് മീർ ജുംല. കോഹിനൂർ രത്നം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വജ്രങ്ങളിൽ ഒന്നാണ്. ഡെക്കാൻ സുൽത്താനായിരുന്ന ഗോൽക്കൊണ്ടയിലെ ഭരണാധികാരികളിൽ നിന്നാണ് മീർ ജുംല ഈ വജ്രം ഷാജഹാന് സമ്മാനിച്ചത്. ഇത് മുഗൾ സാമ്രാജ്യത്തിന്റെ സമ്പത്തിന്റെയും പ്രതാപത്തിന്റെയും പ്രതീകമായിരുന്നു. മീർ ജുംല ആരായിരുന്നു? മുഗളന്മാരുമായി ചേരുന്നതിനു മുമ്പ് അദ്ദേഹം ഏത് രാജ്യത്തിലെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു? ഗോൽക്കൊണ്ടയിലെ സുൽത്താൻ അബ്ദുള്ള കുതുബ് ഷായുടെ പ്രധാനമന്ത്രിയായിരുന്നു മീർ ജുംല. മീർ ജുംല ഒരു പേർഷ്യൻ വ്യാപാരിയായിരുന്നെങ്കിലും പിന്നീട് ഗോൽക്കൊണ്ടയിലെ പ്രമുഖ രാഷ്ട്രീയ സൈനിക നേതാവായി മാറി. അദ്ദേഹത്തിന്റെ കഴിവും തന്ത്രങ്ങളും മുഗൾ ചക്രവർത്തി ഔറംഗസേബിനെ ആകർഷിക്കുകയും പിന്നീട് അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തിന്റെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനായി മാറുകയും ചെയ്തു. ചക്രവർത്തി ഷാജഹാൻ മുഗൾ തലസ്ഥാനം ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയത് എന്നാണ്? AD 1638. ഷാജഹാൻ ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റിയത് അദ്ദേഹത്തിന്റെ പുതിയ നഗരമായ ഷാജഹാനാബാദ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിരുന്നു. ഈ നീക്കം മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണപരമായ കേന്ദ്രത്തെ മാറ്റിസ്ഥാപിക്കുകയും പുതിയ നഗരത്തിന്റെ വികസനത്തിന് തുടക്കമിടുകയും ചെയ്തു. ഷാജഹാനാബാദ് നഗരത്തിന് തറക്കല്ലിട്ടത് ആരാണ്? ഏത് നദിയുടെ തീരത്താണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്? ചക്രവർത്തി ഷാജഹാൻ, യമുന നദിയുടെ വലത് തീരത്ത്. ഷാജഹാനാബാദ്, പഴയ ഡൽഹി, ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ച നഗരമാണ്. യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം മുഗൾ വാസ്തുവിദ്യയുടെയും നഗരാസൂത്രണത്തിന്റെയും മികച്ച ഉദാഹരണമാണ്. ചെങ്കോട്ടയും ജുമാ മസ്ജിദും ഈ നഗരത്തിലെ പ്രധാന നിർമ്മിതികളാണ്. മദ്രാസിലെ വേദസമാജത്തിന് പ്രചോദനമായ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? ബ്രഹ്മസമാജം. രാജാ റാം മോഹൻ റോയി സ്ഥാപിച്ച ബ്രഹ്മസമാജം 19-ാം നൂറ്റാണ്ടിലെ പ്രമുഖ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനമായിരുന്നു. ഇതിന്റെ പുരോഗമനപരമായ ആശയങ്ങൾ, ഏകദൈവ വിശ്വാസം, സാമൂഹിക തിന്മകൾക്കെതിരായ പോരാട്ടം എന്നിവ തെക്കേ ഇന്ത്യയിലെ വേദസമാജം ഉൾപ്പെടെയുള്ള നിരവധി പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. ആര്യസമാജം സ്ഥാപിച്ചതാര്? ഏതു വർഷം? സ്വാമി ദയാനന്ദ സരസ്വതി 1875-ൽ. 1875-ൽ സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ആര്യസമാജം വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന മുദ്രാവാക്യവുമായി ഹിന്ദുമതത്തിൽ ശുദ്ധീകരണവും സാമൂഹിക പരിഷ്കരണവും ലക്ഷ്യമിട്ടു. ഇത് വിദ്യാഭ്യാസത്തിനും സ്ത്രീകളുടെ ഉന്നമനത്തിനും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും നിലകൊണ്ടു. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന മുദ്രാവാക്യം നൽകിയതാര്? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രധാന ആഹ്വാനമായിരുന്നു വേദങ്ങളിലേക്ക് മടങ്ങുക എന്നത്. ഇത് വേദകാലഘട്ടത്തിലെ ശുദ്ധമായ മതതത്വങ്ങളെയും മൂല്യങ്ങളെയും തിരികെ കൊണ്ടുവരാനും പിൽക്കാലത്ത് കടന്നുകൂടിയ അന്ധവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തിരസ്കരിക്കാനും ആര്യസമാജത്തിലൂടെ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ആര്യസമാജം പ്രചരിപ്പിച്ച പ്രധാന സാമൂഹിക പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു? അയിത്തം, ജാതി വിവേചനം, ശൈശവ വിവാഹം എന്നിവയ്ക്കെതിരെ നിലകൊള്ളുകയും വിധവ പുനർവിവാഹത്തെയും മിശ്രവിവാഹത്തെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ആര്യസമാജം സാമൂഹിക ഉന്നമനത്തിനായി നിരവധി പരിഷ്കാരങ്ങൾ മുന്നോട്ടുവച്ചു. അയിത്തം, ജാതി വിവേചനം, ശൈശവ വിവാഹം എന്നിവയെ ശക്തമായി എതിർത്ത അവർ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും വിധവ പുനർവിവാഹത്തിനും മിശ്രവിവാഹങ്ങൾക്കും പിന്തുണ നൽകി. ശുദ്ധി ആന്തോളൻ ആരംഭിച്ചതാര്? അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ശുദ്ധി ആന്തോളൻ ആരംഭിച്ചത്. മതം മാറിയവരെ ഹിന്ദുമതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഹിന്ദുമതത്തിലേക്ക് മതം മാറിയവരെ തിരികെ കൊണ്ടുവരുന്നതിനായി സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രസ്ഥാനമാണ് ശുദ്ധി ആന്തോളൻ.
ഇത് ഹിന്ദുമതത്തിന്റെ വ്യാപനത്തിനും സംരക്ഷണത്തിനും ലക്ഷ്യമിട്ടുള്ള ഒരു പ്രധാന പ്രസ്ഥാനമായിരുന്നു. ഗൗരക്ഷ ആന്തോളൻ, ഗൗരക്ഷിണി സഭ എന്നിവ സ്ഥാപിച്ച സംഘടന ഏതാണ്? ആര്യസമാജം. ആര്യസമാജം 1875 സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ഒരു ഹൈന്ദവ നവീകരണ പ്രസ്ഥാനമാണ്. ഗോക്കളുടെ സംരക്ഷണത്തിനായി 1882 ഗൗരക്ഷ ആന്തോളനും ഗൗരക്ഷിണി സഭയും സ്ഥാപിച്ചത് ആര്യസമാജമാണ്. സാമൂഹിക പരിഷ്കരണവും വൈദിക മൂല്യങ്ങളുടെ പുനഃസ്ഥാപനവുമായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? മൂൽപ് ശങ്കർ. ആര്യസമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര് മൂൽപ് ശങ്കർ എന്നായിരുന്നു. 1824 ഗുജറാത്തിലെ ടങ്കാരയിൽ ജനിച്ച അദ്ദേഹം വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനം നൽകി ഹൈന്ദവ നവോത്ഥാനത്തിന് വലിയ സംഭാവനകൾ നൽകി.